പ്രസന്റേഷൻ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ റോബിൻ അബ്രഹാം അദ്ദേഹം തയ്യാറാക്കിയതാണ്. ഞാനും അദ്ദേഹവുമായിട്ടാണ് കുറെ കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഞാനൊരു വെറ്റാണെങ്കിലും എൻ്റെ സുനിൽ പറഞ്ഞ പോലെ ഒരു പ്രകൃതിയോടുള്ള ഒരു പാഷൻ കൊണ്ട് ഞങ്ങളിങ്ങനെ കാട് കയറി തവളകളെ അതിൻ്റെ ലൈഫ് സൈക്കിളും ഇക്കോളജിയെ പറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു യാത്രയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആണ് റോബിൻ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരു 5 പേര് ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഈ ടീം വർക്ക് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളെ രാം, അദ്ദേഹം കർണാടകത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ മനുഷ്യനാണ്. പുള്ളി ഞങ്ങളെ അക്വാട്ടിക് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും വാൽമാക്രികളും തവളകളുടെ ലൈഫ് സൈക്കിളൊക്കെയാണ് പഠിക്കുന്നത്. കൂടുതലും മൺസൂണിനോട് അടുപ്പിച്ചുള്ള മഴക്കാലങ്ങളിലും അതിനോടുള്ള പ്രീ മൺസൂൺ ഏരിയ സമയത്താണ് ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന് ഈ ഒരു യാത്രയുടെ ഭാഗമായി 10-25 വർഷമായിട്ട് വെസ്റ്റേൺ ഗാർഡിന്റെ പല ഭാഗങ്ങളിലും പോകാൻ പറ്റി. ഏറ്റവും വലിയ ഹയസ്റ്റ് ഏരിയ ആയുള്ള ആനമുടിയിലും ഇലവുള നാഷണൽ പാർക്കിലും ആനമുടി പീക്കിലും, അതുപോലെ തന്നെ കർണാടകത്തിലും തമിഴ്നാടിന്റെ പല വെസ്റ്റേൺ ഗാർഡ് ഏരിയയിലും ഞങ്ങൾക്ക് പോകാൻ പറ്റി. എൻ്റെ കേരളത്തിലെ പല ഏരിയകളും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലാണ്. കുറച്ച് തവളകളെ പറ്റിയുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും കൂടുതലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾക്ക് ഈ യാത്രയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ തവളകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇതൊരു ഡിവോണിയൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു 400 മില്യൺ വർഷം മുമ്പ് നമ്മുടെ കരയിൽ ആദ്യമായിട്ട് ജീവൻ കയറിയ സമയത്ത്, അതായത് നട്ടലുള്ള ജീവികൾ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറിയത് അന്നത്തെ ടെട്രാപോഡുകൾ എന്ന് പറയുന്ന ആംഫിബിയൻസ് ആണ്. അതിന്റെ പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ തവളകളും നമ്മളും എല്ലാം ഈ ടെട്രാപോഡുകളുടെ പിന്തുടർച്ചക്കാരാണ്. പക്ഷെ ഈ ആംഫിബിയൻ ലൈഫ് അങ്ങനെ തന്നെ തുടരുന്ന ജീവികളാണ് ഇന്ന് നമ്മുടെ തവളകളും പശ്ചിമഘട്ടത്തിലെ കുരുടികളും മറ്റ് സാലമാൻഡറുകളൊക്കെ പെടുന്ന ജീവികൾ. ഇവ അവരുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മുട്ടയിടാൻ വേണ്ടി വീണ്ടും വെള്ളത്തിലേക്ക് പോകുന്നു. അപ്പം അപ്പൊ ഇവയുടെ ആവാസ വ്യവസ്ഥ കൂടുതലും നല്ല മഴയുള്ള മോയ്സ്ചറുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയും അല്ലെങ്കിൽ വെസ്റ്റേൺ ഘാട്ടിലും എല്ലാം ഇവയുടെ ബ്രീഡിങ് അല്ലെങ്കിൽ എല്ലാം നടക്കുന്നത് മൺസൂണുമായി ബന്ധപ്പെട്ടിട്ടാണ്. മൺസൂൺ കാലഘട്ടത്തിൽ ഞങ്ങൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ കേരളത്തിന്റെ എൻ്റെ പ്രദേശങ്ങളിൽ ചെറിയ ടൂറുകളായിട്ട് പോവുകയാണ്. ജോലിയുടെ ഇടയ്ക്കൂടെ ചെയ്യുന്ന ഒരു പാഷനായിട്ടുള്ള പണിയാണ്. പക്ഷെ 2018 ഞങ്ങളുടെ യാത്രകൾക്ക് വലിയ മുടങ്ങലുകളുണ്ടായി. അതിന് പ്രധാന കാര്യം ഒരു വലിയ, നിങ്ങൾക്ക് അറിയുന്ന പോലുള്ള വലിയ ഫ്ലഡും മഴയുമാണ്. ആ ഫ്ലഡ് ഞങ്ങള് തവളകളെ നോക്കുന്ന പോലെ തന്നെ എല്ലാവരെയും കണ്ടു ഉറപ്പിച്ച ഒരു ഫ്ലഡാണ്. ഏകദേശം 8 ലക്ഷത്തോളം ആളുകളെ വീടില്ലാതെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വന്നു. ഫ്ലഡിൽ ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. ഏകദേശം 324 ആളുകൾ ആ ഫ്ലഡിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഈ ഫ്ലഡ് ഒരു നൂറ്റാണ്ടിലെ പ്രളയം എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കത് വ്യക്തമായിരുന്നു, നൂറ്റാണ്ടിലെ പ്രളയമല്ല, ഇനി വരാൻ പോകുന്ന ഫ്ലഡുകളുടെ ഒരു ആദ്യത്തെ ഫ്ലഡാണ് അതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഫ്ലഡിന്റെ ഒരു റീക്യാപ്പിംഗ്. വെള്ളം കയറി ഞങ്ങള് പേടിച്ച് നിന്നപ്പോഴേക്കും ഞങ്ങളെ വന്ന് ഒരു ഓരോരുത്തർ വന്ന് ഞങ്ങളെ വണ്ടിക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ എല്ലാം കണ്ട് തട്ടുമായിരുന്നു.
നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 22 ഡാമുകൾ ഒന്നിച്ച് തുറന്നുവിടേണ്ട സാഹചര്യം. ഇതേ ഫ്ലഡിങ് വീണ്ടും 2019 വീണ്ടും ആവർത്തിച്ചു. വേറെ ഏരിയകളിലാണ് സംഭവിച്ചതെന്ന് മാത്രം. വയനാട്ടിലെ നമ്മുടെ കുച്ചേർ വലിയ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മലയാണ്, അതിന്റെ ഒരു സൈഡാണത്. അതൊരു ചായത്തോട്ടത്തിന്റെ മുകളിലുള്ള ഒരു മലയാണ്. അതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഞാനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും കൂടി ഫോട്ടോഗ്രാഫാണത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഡിസാസ്റ്റർ ആയിട്ടുള്ളത് ഈ ഫ്ലഡ് കൊണ്ട്? കേരളം മാത്രമല്ല, നമ്മുടെ അഡ്ജോയിനിങ് ആയിട്ടുള്ള കർണാടകത്തിലെ കൂർഗ് പ്രദേശങ്ങൾ നമ്മൾ അറിയാത്തതാണ്. പിന്നെ ഊട്ടിയിൽ, നീലഗിരിയിൽ ഒരുപാട് ഫ്ലഡിങ് ഡാമേജസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡുകളുണ്ട്, തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയും ഡാമേജ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെസ്റ്റേൺ ഗാർഡിനെ പറ്റി, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ പോർഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മളത് നോക്കുകയാണെങ്കിൽ ഒരു എലിവേറ്റഡ് മാപ്പ് എടുത്ത് നോക്കണം. നമ്മുടെ ഹിമാലയം കഴിഞ്ഞാൽ 2000 മീറ്റർ നിൽക്കുന്ന ഒരു മലയുള്ളത് നമ്മുടെ വെള്ളരിമല മൗണ്ടനുകളാണ്, ബ്രഹ്മഗിരി മലകളുണ്ട്, പിന്നെ നീലഗിരി, മാസിഫ് എന്ന് പറയുന്ന വലിയൊരു പീഠഭൂമി മേഖലകളുള്ള ഭാഗം, പിന്നെ നമ്മുടെ ആനമുടി മലകൾ. ഇതിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മലകളുണ്ട്. 2000 മീറ്ററിന് മുകളിലുള്ള മലകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ പുൽമേടുകളും ഷോല ഫോറസ്റ്റും ചേർന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. ഇത് നമ്മുടെ ആനമുടിയാണ് അതിനകത്തുള്ളത്, ഇരുവിള നാഷണൽ പാർക്ക് എന്നുള്ള വീടാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നതെല്ലാം നമ്മുടെ ഹൈ എലിവേഷൻ ഏരിയാസ് ആണ്. അതിന്റെ സ്ലോപ്സ് ആണ്, വെസ്റ്റേൺ സ്ലോപ്സ് ഒക്കെ ഡീപ്പായിട്ടുള്ള ചെരുവുകൾ, 900 മീറ്ററിന് താഴോട്ടേക്കുള്ള ചെരുവുകൾ, ഒരു കോളിഫ്ലവർ മാതിരിയുള്ള കനോപ്പിയുള്ള ഫോറസ്റ്റുകളാണ്. അതിന്റെ ഫ്ലോറെല്ലാം നോക്കിയാൽ മണ്ണ് വളരെ കുറവാണ്. അതിന്റെ വേരും എല്ലാം കൂടി ചേർന്ന്, ബട്രസ് റൂട്ടുകളെല്ലാം കൂടി ചേർന്ന് ഈ പാറയും മണ്ണയും പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് എല്ലാം കാണുന്നത്. ലോലാൻഡ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു വേറൊരു പടമാണ്, നമ്മുടെ പടമല്ല യഥാർത്ഥത്തിൽ. ഇങ്ങനെ ഒരു വെജിറ്റേഷൻ ആയിരിക്കണം നമ്മുടെ വീട്ട്ലാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നത്. ഇന്നിപ്പോ അങ്ങനത്തെ ചില അതിന്റെ റെമനൻസ് നമ്മുടെ കാവുകളിൽ മാത്രം കാണാം. നമ്മുടെ പെരിങ്ങോൾ കാവും അങ്ങനെ വലിയ കാവുകളിൽ പോയാൽ ഇതുപോലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടാവും. അതിന്റെ ഇടയിൽ കാണുന്ന വലിയ ചില വെറ്റ്ലാൻഡ്സ് ആണ് നമ്മുടെ വേമ്പനാട്ടിലേക്കും മറ്റ് വെറ്റ്ലാൻഡ്സ് ഒക്കെ. ഏത് അത് ഓൻ പറഞ്ഞല്ല, അങ്ങനെ പറഞ്ഞാൽ തന്നെ അവിടുത്തെ പ്രൈമറി വെജിറ്റേഷൻ എന്ന് പറയുന്നത് തെങ്ങാണ്. മറ്റൊന്ന് നമ്മുടെ ഈസ്റ്ററീസിൽ കാണുന്ന കണ്ടൽ വനങ്ങളാണ്. ഈ ഇടതുവശത്തുള്ള ചിത്രം നിങ്ങൾക്കറിയാം, ഒരു മുളച്ച് വരുന്ന ഒരു തേങ്ങയാണ്. ഇത് കാണിക്കുന്നത് ഇതിന്റെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് കടൽ വെള്ളം വഴിയാണ്. യഥാർത്ഥത്തിൽ ആ തേങ്ങയുടെ ഹസ്ക്, അത് ചകിരി എന്ന് പറയുന്ന ഭാഗം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനും അതിന്റെ ഷെല്ല് അതിനകത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ്. അപ്പൊ കടൽ വെള്ളം ഉള്ളിടത്ത് മാത്രം കാണുന്ന, പ്രത്യേകിച്ച് പസഫിക്കിൽ എല്ലായിടത്തും, നമ്മുടെ സ്ഥലം കേരളം എന്ന് പറയുകയാണെങ്കിലും കേരളത്തിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്, എല്ലാ പസഫിക്കിലെ എല്ലാ പ്രദേശങ്ങളിലും കാണുന്ന കോസ്റ്റൽ ഐലൻഡ്സ് ഒക്കെ കാണുന്ന ഒരു മരമാണ് തെങ്ങ്. ഇത് ഡിസ്പേഴ്സ് ചെയ്യുന്നത് കടൽ വെള്ളം വഴിയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ഒരിക്കലും ഇത് മിഡ്ലാൻഡിലേക്കോ ഹൈലാൻഡ്സിലേക്കോ എത്തുന്നില്ല. ഈ ലാൻഡ് സ്ലൈഡുകളൊക്കെ വന്നതിൽ ഒരു പ്രധാന കൾപ്രിറ്റ് ഞാൻ മനസ്സിലാക്കിയത് തെങ്ങും കൂടിയാണ്. നമ്മൾ യൂക്കാലിപ്റ്റസും മറ്റു മരങ്ങളൊക്കെ പറയും, അതിനേക്കാളും വലിയൊരു പ്രശ്നക്കാരൻ ഈ തെങ്ങാണ്. പ്രത്യേകിച്ച് ഈ സ്ലോപ്സിൽ നടന്ന തെങ്ങ് വലിയ പ്രശ്നം തന്നെയാണ്. മറ്റൊരു ഈ ഡ്രൈ ലാൻഡ്സിൽ, പ്രത്യേകിച്ച് നമ്മുടെ വയനാടിന്റെയും ബന്ദിപ്പൂരിന്റെ ഒക്കെ ഭാഗങ്ങളിൽ കാണുന്ന ഏരിയയിൽ കാണുന്ന ഒരു വെജിറ്റേഷനാണ് ബാംബു ഫോറസ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ മറയൂരിന്റെ ഭാഗങ്ങളിൽ കാണുന്ന ഡ്രൈ ലാൻഡ്സിൽ കാണുന്ന, തമിഴ്നാടിന്റെ സൈഡിൽ കിടന്ന ഭാഗങ്ങളിൽ കാണുന്ന ബാംബു ഫോറസ്റ്റ് ഉണ്ട്.
ഇതൊരു ഡ്രൈ ഫോറസ്റ്റ് അഡാപ്റ്റഡ് സ്പീഷീസ് ആണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കേൾക്കുന്നില്ല. മുള ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഒരു പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഡ്രൈലാൻഡ് സ്പീഷീസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹിമാലയം 5000 മീറ്റർ മുകളിൽ ഹിമാലയം കഴിഞ്ഞാൽ പിന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ പറഞ്ഞു നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിലെ മലകളാണ്. നമ്മുടെ വെസ്റ്റേൺ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളം, കർണാടക, മാംഗ്ലൂർ സൈഡെല്ലാം നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളറിലാണ്. നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവ് കൊണ്ട് നമുക്ക് ജീവനും കൃഷിയും എല്ലാം നമുക്കിവിടെ സാധ്യമാകുന്നത് ഈ വെസ്റ്റേൺ ഘാട്ടിലുള്ള മലകളുള്ളത് കൊണ്ടാണ്, അതിന്റെ വെജിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ്. അതിന്റെ ഈസ്റ്റേൺ സൈഡ് ഒരു ഡ്രൈ ഏരിയ ആണ്. അപ്പൊ നമ്മുടെ ഈ പശ്ചിമഘട്ടം ഒരു നമ്മുടെ ജീവനും കൃഷിക്കും എല്ലാം ഒരു അനുഗ്രഹമാവുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫ്ലഡും ലാൻഡ് സ്ലൈഡും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വഴിയും കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതിന്റെ കാരണങ്ങളിലേക്കാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം മാത്രമാണ് പറയുന്നത്. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ സൈഡ്സ് വളരെ സ്റ്റീപ്പാണ്. ഇവിടെ പെയ്യുന്ന മഴയൊക്കെ എത്രയും പെട്ടെന്ന് അത് അറബിക്കടലിലേക്ക് എത്തും. അതേസമയം ഈസ്റ്റേൺ സൈഡ്സ് സ്ലോപ്പിയാണ്. അത് മിക്കവാറും കാവേരി ബേസിനിലൂടെയും ഒക്കെ അത് തമിഴ്നാട്ടിലേക്ക് എത്തും. നമുക്കിവിടെ ഈ മഴ ലഭിക്കുന്നത് നമുക്ക് ഈ മല കൊണ്ടുണ്ടാകുന്ന മഴ ഓറോഗ്രാഫിക് റെയിൻ ആണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മലയുടെ മുകൾ വശത്തായിരിക്കും. അപ്പൊ നമ്മുടെ തമിഴ്നാട് സൈഡിലേക്കൊക്കെ ഒരു റെയിൻ ഷാഡോ റീജിയൻ ആയതുകൊണ്ട് അവിടെ മഴ നിഴൽ പ്രദേശമാണ്, മഴ കുറവായിരിക്കും. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൈൻ്റെ മുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മഴ. അപ്പൊ 2000 മീറ്റർ പൊക്കമുള്ള നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കും ആനമുടിയും പിന്നെ ഊട്ടിയിലും നമ്മുടെ ചെമ്പ്രയുടെ മലയുടെ മുകളിലും ബാണാസുരം മലയുടെ മുകളിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ മഴയുണ്ടാവുക. നമ്മുടെ സാറ്റലൈറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഡീപ്പ് കളറിൽ കാണുന്ന വയലറ്റ് കളറിൽ ഭാഗങ്ങളൊക്കെ ഏറ്റവും മഴ ലഭിക്കുന്ന ഒരു ഇമേജ് ആണിത്. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടാണ് യഥാർത്ഥത്തിൽ ആ മഴയെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിനെ തടഞ്ഞു നിർത്തി നമുക്ക് ഈ പ്രകൃതിയും കൃഷിയും എല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് കടലിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു. ഒരുപാട് വെള്ളം ആവിയാവുന്നു, നീരാവിയാവുന്നു, ഒരുപാട് ക്ലൗഡ് സിസ്റ്റം ഫോം ചെയ്യുന്നു, മഴ കൂടുന്നതായിട്ടുള്ള വർക്കുകളാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ആഗോള സീ സർഫസ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 1980 ശേഷം ഈ ഗ്രാഫ് മേലോട്ട് തന്നെയാണ് പോകുന്നത്. ഒരു 40 വർഷമായിട്ട് ഈ ഗ്രാഫ് താഴോട്ടേക്ക് പോകുന്നില്ല. അതായത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആന്ത്രോപജനിക് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ലക്ഷണമാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഒരുപാട് കാട് നശിപ്പിച്ചതും ഒരുപാട് നമ്മുടെ ഹൈഡ്രോ കാർബണുകൾ അന്തരീക്ഷത്തിലേക്ക് ചാടിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ടെമ്പറേച്ചർ വരുന്നത്. ഇത് കടല് ചൂടാവുന്നതിനും ഒരുപാട് ക്ലൗഡ് സിസ്റ്റം ഫോം ചെയ്യുന്നതിനും മഴയുടെ ശക്തി കൂടുന്നതിനും ആവുന്നു. ചില സ്ഥലങ്ങളിൽ ഇത് ഭയങ്കരമായ വരൾച്ചയും ഉണ്ടാക്കുന്നു. നമുക്ക് സാധാരണയായിട്ട് മഴ പെയ്യുന്നത് നമ്മുടെ സാധാരണ പഞ്ഞിക്കെട്ട് മേഘങ്ങൾ എന്ന് പറയുന്ന മഷ്റൂം ക്ലൗഡ്സ് എന്നാണ്. ഇതൊരു 5-6 കിലോമീറ്റർ തിക്നെസ് ഉള്ള ഒരു ക്ലൗഡ് സിസ്റ്റമാണ്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ക്ലൗഡ് സിസ്റ്റത്തിന്റെ വലിപ്പം കൂടുതലാണ്. അത് ഒരു 12 മുതൽ 14 കിലോമീറ്റർ തിക്നെസ്. ഈ 2018 ഈ 19 ഫ്ലഡ് ഉണ്ടാക്കിയത് ഇങ്ങനത്തെ ഒരു ക്ലൗഡ് സിസ്റ്റമാണ്. അതിൽ സ്വന്തമായിട്ട് മിന്നലും കാറ്റും ഒക്കെ ഉള്ള ഒരു വലിയ ക്ലൗഡ് സിസ്റ്റമാണ്. അത് നമ്മുടെ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള വലിയ ക്ലൗഡുകൾ വരുന്നത് കാണാം. അത് യഥാർത്ഥത്തിൽ മഴ പെയ്യുകയല്ല, മഴ ഒഴിക്കുക, പോറിംഗ് എന്ന് പറയാം. അതാണ് യഥാർത്ഥത്തിൽ ഈ മേഘസ്ഫോടനം എന്ന് പറയുന്ന പ്രതിഭാസം. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പെയ്യുന്ന മഴ കൊണ്ട് വലിയ ഫ്ലഡ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റിയ ക്ലൗഡുകളാണ് ഇപ്പോൾ നമുക്ക് ഈ വെസ്റ്റേൺ ഘാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ പുത്തുമല നമ്മുടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് 2018 അതേ സമയത്ത് തന്നെ നീലഗിരിയിൽ ഉണ്ടായ ഒരു ലാൻഡ് സ്ലൈഡാണ് നമ്മുടെ ആവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുത്തെ കാര്യം പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഹൈ മലകളുടെ മുകളിലൊന്നും തന്നെ നമുക്ക് റെയിൻ ഗേജ് ഇല്ല. അതുകൊണ്ട് മെഷർമെന്റ് ആക്യുറേറ്റ് റെയിൻ മെഷർമെന്റ് നമുക്ക് ലഭ്യമല്ല. അപ്പം ഈ ആവലാഞ്ചിയിൽ അങ്ങനത്തെ ഒരു റെയിൻ ഗേജ് സിസ്റ്റം ഉണ്ട്. 2500 mm മഴയാണ് അവിടെ 4 ദിവസം കൊണ്ട് പെയ്തത്. അതായത് നമുക്ക് ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ ഒരു പകുതിയിലധികം മഴ, 3/4 ഭാഗത്തോളം മഴ 4 ദിവസങ്ങൾ കൊണ്ട് പെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ഏകദേശം 2500 ആളുകളെ അവര് അവിടുന്ന് മാറ്റി പാർക്കേണ്ടി കൊണ്ടുവന്നു. തമിഴ്നാടിന്റെ ചരിത്രത്തിലെ 76 വർഷത്തെ ക്ലൈമാറ്റിക് റെക്കോർഡിലെ ഒരു വലിയൊരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിരുന്നു ആ മഴ. അത് ഒരു കോളിഫ്ലവർ ഷോല എന്ന് പറയുന്ന ഷോല തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പ് എടുത്താണ്. അപ്പൊ നമ്മള് ഈ ഭാഗമാണ് നമ്മളെ നീലഗിരി പ്ലാറ്റോ. ഇത് നമ്മുടെ വെള്ളേരിമല പുത്തുമല ഏരിയ ആണ്. ഇതിന്റെ ഗൂഡല്ലൂർ ഷെൽഫാണ്. ഇതിന്റെ താഴ്വശങ്ങളെല്ലാം നിലമ്പൂർ ഭാഗങ്ങളാണ്. ഇത് നമ്മുടെ ന്യൂഅമരമ്പലം റിസർവ് ഫോറസ്റ്റ്, ഇപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് നമ്മുടെ സൈലന്റ് വാലി ഏരിയ. ഈ വെള്ളങ്ങളെല്ലാം ഈ മലയിൽ പതിക്കുന്ന മലയുടെ വെള്ളം, എല്ലാ മഴവെള്ളവും ഡ്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ചാലിയാറിലേക്കാണ്. ഇത് നിലമ്പൂർ, ഇത് മമ്പാട്, ഇത് ചാലിയാറിന്റെ ഡ്രെയിനേജ് ആണ്. ഇത് ഈ നമ്മളെ ലാൻഡ് സൈഡിലുള്ള ആവലാഞ്ചിയാണ്. ഇത് അതേ സമയത്ത് തന്നെ മഴ കിട്ടിയ വെള്ളേരി മലയാണ്. ഇതാണ് ചാലിയാറിന്റെ ഡ്രെയിനേജ് ബേസിൻ. നമ്മളെ റെഡ് കളർ കാണുന്ന എല്ലാം ആ ഹിൽ സ്ലോപ്സ് ആണ്. അപ്പൊ അവിടെ പതിക്കുന്ന എല്ലാ വെള്ളവും എത്തുന്നത് ചാലിയാറിലേക്കാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വലിയ ലാൻഡ് സ്ലൈഡുകളാണ് വെള്ളേരിമലയിലും പുത്തുമലയിലും നമ്മുടെ കവളപ്പാറയൊക്കെ ഉണ്ടായതെങ്കിലും നിലമ്പൂർ ഭാഗത്ത്, പ്രത്യേകിച്ച് എടക്കര ഭാഗത്ത് വലിയ ഫ്ലഡ് മാത്രമല്ല, പുഴ ഗതി മാറി ഒഴുകുന്ന അവസ്ഥ വരെ ഉണ്ടായി. പല വീടുകളുടെയും ഫൗണ്ടേഷനൊക്കെ പോകുന്ന രീതിയിൽ പുഴ മാറി ഒഴുകുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതൊരു 4 ദിവസം പെയ്ത മഴയുടെ ശക്തി കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതേ ലെവലിലുള്ള ഒരു മഴ ഒരു 2 ആഴ്ചയോ ഒക്കെ പെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയൊക്കെ അറബിക്കടലിൽ എത്താവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം നീങ്ങുന്നത്. ഈ ഒരു ഭാഗം മാത്രമല്ല, നമ്മുടെ ഇപ്പൊ വയനാട് ഇറങ്ങി വരുന്ന ചുരത്തിന്റെ ഭാഗത്തൊക്കെ കാണുന്ന വെള്ളപ്പൊക്കം ഇത് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ പുതുപ്പാടി ഏരിയയിലൊക്കെ കാണുന്ന പെട്ടെന്നുള്ള ഫ്ലഡുകൾ. അപ്പൊ നമ്മൾ എത്ര റോഡുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ റോഡൊക്കെ തന്നെ ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇത് അതിന്റെ കുറെ സാറ്റലൈറ്റ് ഇമേജസ് ഞങ്ങൾ എടുത്തതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്, പത്രക്കാരും മാധ്യമങ്ങളൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഏരിയകൾ, പ്രത്യേകിച്ച് എസ്റ്റേറ്റുകൾ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡുകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ചോദ്യം, കാട്ടിലും ഈ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ ചില സാറ്റലൈറ്റ് ഇമേജസ് എടുത്തു നോക്കുകയുണ്ടായി. ഇത് ഈ പുത്തുമലയുടെ സൈഡിലുള്ള ചാലിയാർ, പിന്നെ നമ്മുടെ വെള്ളേരി മലയുടെ സൈഡിലുള്ള അങ്ങോട്ട് പടിഞ്ഞാറ് സ്ലോപ്പിലേക്കുള്ള ചില ഏരിയകളാണ്. ഇത് പുത്തുമലയിലെയും കവളപ്പാറയിലെയും ലാൻഡ് സ്ലൈഡുകളാണ്. പോലെ ഫോറസ്റ്റ് റിഡ്ജാണ്, നമ്മുടെ വെള്ളേരി മലയുടെ റിഡ്ജാണ്. ഇത് 2019 സാറ്റലൈറ്റ് ഇമേജ് ആണ്. സെപ്റ്റംബർ 2019, ഇത് 2018 മെയ് 2019 ഇമേജ് ആണ്. ഇത് സെപ്റ്റംബർ 2019 ഇമേജ് ആണ്. അപ്പൊ ആ മലയുടെ സൈഡിലുണ്ടായ ലാൻഡ് സ്ലൈഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ലാൻഡ് സ്ലൈഡുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല മോയിസ്റ്റ് ഡെസിഡിയസ് ആയിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് കൂടെയൊക്കെ പോയിട്ടുള്ള വലിയ ലാൻഡ് സ്ലൈഡുകളാണ്.
ഓരോ ലാൻഡ് സ്ലൈഡിനും ഒരു 3-4 കിലോമീറ്റർ വരെ നീളം വന്നിട്ടുണ്ട്. ഒരു 1/2 കിലോമീറ്റർ വിട്ടിലൊക്കെയാണ് പോയിട്ടുള്ളത്. പോയ മരങ്ങളുടെ കണക്കൊന്നും നമുക്ക് അറിയില്ല. അത് ഒരു 22ഓളം ലാൻഡ് സ്ലൈഡുകൾ നമുക്ക് ഈ വെള്ളേരി മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആളപായം ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് നമ്മുടെ ന്യൂമരമ്പലം സാങ്ച്വറിന്റെ ഭാഗങ്ങളാണ്. നമ്മൾ കണ്ടതിൽ ഏറ്റവും തിക്കായിട്ടുള്ള റെയിൻ ഫോറസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ്. മുകളിൽ നിന്ന് താഴോട്ട് വരെയും ഒരു വലിയ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ കണ്ടിന്യൂറ്റി ഒരു 2000 മീറ്ററിന് 50 മീറ്റർ വരെയും കണ്ടിന്യൂസ് ഫോറസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ കരിമ്പുഴ ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. അതിന്റെ കുറെ ഭാഗങ്ങൾ നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. അപ്പം ഈ നോക്കുക, 2019 ഒരു ഇമേജ് ആണ്. ആ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കിയ ഡാമേജ് ആണ്. 2010 നമ്മൾ സെപ്റ്റംബർ ആ മഴയ്ക്ക് ശേഷം ഉണ്ടായ ഒരു ഇമേജ് ആണ്. ഇത് നമ്മുടെ വയനാടൻ ചുരം ഇറങ്ങുമ്പോഴത്തുന്ന കാഴ്ചയാണ്. 2019 2017 ഇമേജ് ആണിത്. 2019 നിങ്ങൾക്ക് കാണാം ആ മലകളൊക്കെ ഡിനൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഫോറസ്റ്റ് ഒക്കെ ഒരുപാട് ഏരിയ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ഏരിയ ഡിനൂഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇത് നമ്മളെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ഏറ്റവും ഉയരമുള്ള സിസ്പാറയുടെ അടുത്തുള്ള ഏരിയ ആണ്. അവിടെ ഒരു വലിയ ലാൻഡ് സ്ലൈഡ് 2017 ഉള്ള ഒരു ഏരിയ ആണ്. 2019 നമുക്കൊരു വലിയ ലാൻഡ് സ്ലൈഡ് കാണാം. നമ്മളത് നോക്കി കഴിഞ്ഞപ്പം ഏകദേശം ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ നീലഗിരിയുടെ ഈ സ്ലോപ്സിൽ സൈലന്റ് വാലിക്കുള്ള ഭാഗങ്ങളിൽ ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ. ഇതൊക്കെ ഒരു ഇൻടാക്ട് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ്. മനുഷ്യന്റെ ഒരു ഇടപെടലുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മനുഷ്യൻ ഇതിൽ പങ്കില്ല എന്നുള്ളതല്ല, മനുഷ്യനുണ്ടാക്കിയ സ്ഥലങ്ങളിലുള്ള ഡാമേജ് ഇതിനേക്കാളും കൂടുതലാണ്. ഇത് നമ്മുടെ പെട്ടുമുടിയാണ്. 2020 ആ ലാൻഡ് സ്ലൈഡ് ആണ്. ഇതൊരു ആനമുടിയുടെ ആ സ്ലോപ്പ് എന്ന് വന്നാണ്. അപ്പൊ ഞങ്ങൾ പല പ്രാവശ്യവും പോയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ നമ്മുടെ ഇരുകുളം നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ കൂടെയാണ് അത് പോകേണ്ടത്. പലതും നല്ല എത്രയോ കാലമായിട്ട് ആ ഇൻടാക്ട് ആയിട്ടുള്ള ഒരു ചായത്തോട്ടമാണ്. അവിടെ ഒരു യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വിശദമായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാല് അതിനകത്തും ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി ഉണ്ട്. ഇടിച്ചു പോയതിന്റെ ചെറിയൊരു ഭാഗത്ത് നമുക്ക് ചില ഈ പിന്നെ ചായച്ചപ്പ് കൊണ്ടുപോകാനുള്ള റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റോഡുകളൊക്കെ തന്നെയും മണ്ണിടിയുന്നതിന് കാരണമായിട്ടുണ്ട്. ചെറിയ മനുഷ്യന്റെ ഇടപെടലുകൾ പോലും ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാലാവസ്ഥ വ്യതിയാനാണ് അതിന്റെ പ്രധാന വിഷയമെങ്കിലും മനുഷ്യന്റെ ഇടപെടലുകൾ അതിനകത്ത് ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് കോറികളോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ ശാന്തവും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ള. ഒരുപാട് ആൾക്കാർ മരിച്ചുപോയ ഒരു ലാൻഡ് സ്ലൈഡ് ആണത്. ഇതിന് പല കാര്യങ്ങളും ഒന്ന് മഡ് സ്ലൈഡ് ആണ്. വയനാട്ടിലുള്ള വ്യൂ ആണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സാധനങ്ങളെല്ലാം തന്നെ അത് വാഷ് ഔട്ട് ചെയ്ത് പോവാം. പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. ഇത് ഒരിക്കൽ മരം വെട്ടിക്കഴിഞ്ഞാൽ ആ മരങ്ങളുടെ വേരുകളൊക്കെ ദ്രവിച്ച് അത് പൊള്ളയായി അതിനുള്ളിൽ കൂടെ വെള്ളം ലീച്ച് ചെയ്ത് അത് വലിയ ടണലുകളായി രൂപാന്തരം പ്രാപിക്കും. അതിനുള്ളിലൊക്കെ മഴവെള്ളം സംഭരിച്ച് അതെല്ലാം കൂടി പൊട്ടിപ്പോകുന്ന ഒരു പ്രതിഭാസമാണ്. ഇപ്പൊ ആ വീട് കിടക്കുന്ന സാധനം എന്ന് പറയുന്ന ഒരു തെങ്ങാണ്, ആ വലിയ ടണലിന്റെ അകത്തേക്ക്. ഇതൊരു ലാൻഡ് സ്ലൈഡിന് ഒരു മേജർ ഇഷ്യൂസ് ആണ്. ഞാൻ ആദ്യം കാണിച്ച സ്ലൈഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിന്റെ ഏറ്റവും ഹൈ മൗണ്ടൻ ഏരിയാസിലെല്ലാം ഷോലയും ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞ ഏരിയ ആണ്.
ഇന്നത് മുഴുവൻ ചായത്തോട്ടങ്ങളായി മാറിക്കഴിഞ്ഞു. കോസ്റ്റലായിട്ട് ഉണ്ടായിരുന്ന തെങ്ങാണ് ഇന്നിപ്പോ നമ്മുടെ വയനാട് പോലുള്ള ഏരിയകളിൽ കൂടുതലായിട്ടുള്ള വൃക്ഷം. വലിയ മരങ്ങളും കുരുമുളകും കാപ്പിയുള്ള ഒരു ഇക്കോസിസ്റ്റം മാറി തെങ്ങും കാപ്പിയും നിറഞ്ഞ ഒരു കൃഷി രീതിയിലേക്ക് വയനാട് മാറിക്കഴിഞ്ഞു. തെങ്ങിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റു മരങ്ങളെ പോലെ ഇല പൊഴിക്കുന്ന ഒരു ചെടിയല്ല. അപ്പൊ സാധാരണ സീസണലായിട്ട് ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങൾ കാലാവസ്ഥ മാറ്റം അനുസരിച്ചിട്ട് ഓരോ സീസണിലും അത് ഇല പൊഴിക്കുകയും പുതിയ ഇലകളും വരും. തെങ്ങിനെ സംബന്ധിച്ചോളം അതില്ലാത്തത് കൊണ്ട് അതിവരൾച്ച വരുമ്പോൾ ലീഫ് ഫോൾഡ് ചെയ്യും, അടിയിലുള്ള ക്രോപ്പിന് ഒരു സംരക്ഷണം കൊടുക്കുകയില്ല. എളുപ്പത്തിൽ ഒരു വരൾച്ചയ്ക്ക് കാരണമാകുന്ന ഒരു ചെടിയാണ് തെങ്ങ്. തെങ്ങ് വളരുന്നത് കൊണ്ട് അതിന്റെ കനോപ്പി വിരിയാൻ വേണ്ടി മറ്റു മരങ്ങൾ അവർ മുറിച്ചു മാറ്റുകയും ചെയ്യും. ഫലത്തിൽ ഒരു തെങ്ങും തോട്ടമായിട്ടാണ് നമ്മൾ വയനാട്ടിലെ ലാൻഡ്സ്കേപ്പ് എല്ലാം. യഥാർത്ഥത്തിൽ ഒരു വയനാടിന്റെ കാലാവസ്ഥയിൽ പ്രകൃതിയിൽ വലിയ മാറ്റം വരുത്തിയ ഒരു കൃഷിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ യുക്കാലിപ്റ്റസിനെക്കാളും റബ്ബറിനെക്കാളും വയനാടിനെ പോലുള്ള സ്ഥലങ്ങളിൽ അപകടകരമായ ഒരു കൃഷിയാണ്. മറ്റൊന്ന് കവുങ്ങാണ്. ഇതൊക്കെ ഈ ഹിൽ സ്ലോപ്സ് നമ്മൾ കാണിച്ച വലിയ പട്രസൊക്കെ റൂട്ടുകളിലെ മരങ്ങളുള്ള ഏരിയകളൊക്കെ നമ്മൾ റബ്ബർ മരങ്ങൾ വെച്ചിട്ടുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഈ റബ്ബർ പ്ലാന്റേഷൻ റീപ്ലാന്റ് ചെയ്യുമ്പോൾ JCB വെച്ചൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പറിക്കുന്നത്. വെട്ടിക്കഴിഞ്ഞാൽ അത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിന് ശേഷം ഉണ്ടാവുന്ന സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രതിഭാസങ്ങൾ ലാൻഡ്സ്ലൈഡ് ഉണ്ടാക്കും. അപ്പം ഇക്കോളജിക്കൽ റെസ്റ്റോറേഷന്റെ പേരിലായാലും കൃഷിയുടെ പേരിലായാലും ഒരിക്കൽ മണ്ണിൽ നിൽക്കുന്ന ഈ മരങ്ങൾ, പ്രത്യേകിച്ച് ഈവൻ എക്സോട്ടിക് ആയിട്ടുള്ള മരങ്ങളും സ്ലോപ്സിലുള്ള മരങ്ങൾ ഈ നമ്മൾ റിമൂവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഹിൽ സ്ലോപ്സിലുള്ള കൃഷികൾ. റബ്ബറൊക്കെ ആണെങ്കിലും പഴയ മരങ്ങൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മുടെ ഗാഡ്ഗിൽ സാറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം. ഹിൽ സ്ലോപ്സിൽ നടുന്ന മണ്ണിളക്കുന്ന കൃഷികൾ വെക്കുന്നതിന് ഈ ഒരു കാര്യത്തിലാണ് ഇവിടുത്തെ കൃഷിക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി അതിന്റെ പള്ളി അധികാരികളും ഒക്കെ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഇഞ്ചി കൃഷിയും ഈ മണ്ണിളക്കുന്ന കൃഷിയാണ് നമുക്ക് ഉത്സാഹപ്പെടുത്തേണ്ടത്. മറ്റൊന്ന് നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഇത് നമ്മുടെ മധുര ഹൈവേ ആണ്. നമ്മുടെ മൂന്നാറിൽ കൂടെ പോകുന്ന ബോഡി വെട്ടുകൂടെ പോകുന്ന ഹൈവേ. അതിനുള്ള കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഓരോ പ്രാവശ്യവും ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ആ മണ്ണ് അതേ സ്ലോപ്സിലേക്ക് തന്നെയാണ്. അതിന്റെ താഴെ ബൈസൺ വാലിയാണ്. വലിയ ലാൻഡ് സ്ലൈഡുകൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇപ്പോഴും ആ ഹൈവേയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു മലയുടെ മുകളിൽ കൂടെ ഒരു ഹൈവേ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലഘട്ടത്തിൽ വളരെ പഠനങ്ങൾ ആവശ്യമുള്ള ഒരു സാധനമാണ്. അതിനെ വളരെ നിസ്സാരമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹൈവേ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ക്വാറികളാണ് നമ്മളുടെ ആവശ്യത്തിൽ കൂടുതൽ പെർമിറ്റഡ് ലെവലിനെക്കാളും ഉള്ള ക്വാറികളാണ് നമ്മുടെ സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാലും 750 ക്വാറികൾക്ക് ലൈസൻസ് ഉള്ള സമയത്ത് 6000-ഓളം ക്വാറികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ആളുകളെല്ലാം തന്നെ വിദേശങ്ങളിൽ പോയി. അപ്പം അതൊരു മാതൃകയായിട്ട് എടുത്ത് അതേ കാര്യങ്ങൾ ഇവിടെ പറിച്ചു നടുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഈ നാട്ടിലെ ചേഞ്ചസിന് ഒരു പ്രധാന കാര്യം. വിദേശത്ത് ഗൾഫിൽ പോയി ഗൾഫിലുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻസും ബിൽഡിങ്ങുകളും ഉണ്ടാക്കുക. അമേരിക്കയിലും യൂറോപ്പിലും പോയി ആ മാതൃകയിലുള്ള കെട്ടിടങ്ങളും ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള ഷോപ്പിംഗ് മാളുകൾ, ലുലു മാളുകൾ പോലുള്ള സാധനം. ഇത് നമ്മുടെ മരിച്ചുപോയ ജോയുടെ വീടാണ്. ആ വീടിന്റെ ഒരു ഏരിയൽ വ്യൂ ആണ്. ഒരു 6 അംഗം താമസിക്കുന്ന ഒരു വീടാണത്. അദ്ദേഹത്തിന് അവിടെ താമസിക്കാനുള്ള യോഗം ഉണ്ടായില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഒരു വീടുണ്ടാക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് കോഡൊന്നും നമുക്കില്ല. ആർക്കും എത്ര വീട് വേണമെങ്കിലും ഉണ്ടാക്കാം, എത്ര സൈസുള്ള വീടും ഉണ്ടാക്കാം. ഇതിനുള്ള റിസോഴ്സസ് എല്ലാം തന്നെ ഇത് പൊതുവായിട്ടുള്ള റിസോഴ്സസ് ആണ്. വെസ്റ്റേൺ ഘാട്ടിൽ നിന്നുള്ള റിസോഴ്സസ് ആണ്. നിങ്ങൾ നോക്കാം, അതിന്റെ ചുറ്റും വയനാട്ടിലെ ഒരു സ്ഥലമാണ്. അതിന് ചുറ്റും കാണുന്നത് തെങ്ങുന്തോട്ടാണ്. ഇത് മൂന്നാറിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. അവിടെയൊക്കെ ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായ സ്ഥലങ്ങളാണ്. ഒരു വളരെ
80 ഡിഗ്രി ഒരു 70 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉള്ള സ്ഥലത്താണ് ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു തെങ്ങിന്റെ ഒരു പങ്ക്. ഇത് നമ്മളെ 2018 മുമ്പ് കട്ടിപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള വലിയ ഒരു ലാൻഡ്സ്ലൈഡാണ്. 13 പേരോളം മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഭാഗത്ത് പ്രധാന കൃഷി തെങ്ങാണ്, മറ്റു മരങ്ങളൊന്നുമില്ല. ഇതിന്റെ വേരുപടലങ്ങൾ തായ്വേരുകളൊന്നുമില്ല, വെറും ഫൈബ്രസ് ആയിട്ടാണ്. തെങ്ങുന്തോട്ടമാണ് ഇടിഞ്ഞു വന്നിരിക്കുന്നത്. ഈവൻ പുത്തുമലയിലും കവളപ്പാറയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റബ്ബറിനേക്കാളും കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്ന തെങ്ങാണ്. ഹിൽ സ്ലോപ്സിൽ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നത് ഇത് മെയിനായിട്ട് കുറ്റ്യാടി ഭാഗത്തൊക്കെ പണ്ടും മുതലേ ലാൻഡ്സ്ലൈഡുള്ള ഏരിയ ആണ്. അപ്പൊ അവിടെ എല്ലാം ഈ നമ്മുടെ തൊട്ടിൽപ്പാലം, വയനാട് ചെരുവുകൾ മുഴുവൻ തെങ്ങാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ലാൻഡ്സ്ലൈഡിനും ഹ്യൂമൻ കാഷ്വാലിറ്റിക്കും പ്രധാന കാര്യം ഈ തെങ്ങിന്റെ കൃഷിയാണ്. നമ്മുടെ ഈ ലാൻഡ്സ്ലൈഡുകളെ പറ്റിയുള്ള വിവരങ്ങൾ നേരത്തെ നമുക്കറിയാം. 2006 തന്നെ ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. കേരളത്തിലെ 13 ജില്ലകളിൽ ലാൻഡ്സ്ലൈഡ് പ്രോണാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സ്ഥലം കോഴിക്കോടും, പിന്നെ കുറച്ചുകൂടി സാധ്യത കുറവുള്ള സ്ഥലങ്ങൾ ഇടുക്കിയും കോട്ടയവുമാണ്. വയനാടും കോഴിക്കോടും ഏറ്റവും ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതൊന്നും നമ്മൾ കണക്കിലാക്കാതെയാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയ ആയിട്ടുള്ള മാർക്ക് ചെയ്താണ് റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ സ്ലോപ്പുകളെല്ലാം ലാൻഡ്സ്ലൈഡുകൾക്ക് വിധേയമാണ്. അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻസ് എല്ലാം ചെയ്യുന്നത്, റോഡുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ വയനാടിനെ സംബന്ധിച്ചോളം ഇന്ന് ഏറ്റവും പ്രധാനം ആ ഒരു വരുമാനമായിട്ടും ആളുകളുടെ ഒരു വലിയ ഇതായിട്ടിരിക്കുന്നത് ടൂറിസമാണ്. ഇത് യൂറോപ്പിലെ ഒരു പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷൻ ഏരിയ ആണ്. സ്വിറ്റ്സർലൻഡ് ആണ്. അവിടെയൊക്കെ നിങ്ങൾ നമ്മളെ വയനാട്ടിലെ പോലെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ ഇല്ല. നോക്കിയാൽ മലയുടെ ഒരു ഹൈറ്റുള്ള മലയുടെ മുകളിലൊന്നും പിന്നെ ഒരു റോഡോ ഒരു കൺസ്ട്രക്ഷൻ ഒന്നും കാണില്ല. മൗണ്ടൻസ് എല്ലാം അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലോ ലാൻഡ്സിലാണ് അവരുടെ കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈവൻ ദോ അവിടെ പോലും ചില മണ്ണ് ഐസ് ചില സീസണിൽ ഐസ് ഇടിയുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. അപ്പം ഈ അവര് പോലും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ടൂറിസത്തിന്റെ പേരിൽ നമ്മുടെ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘാട്ടിന്റെ മുകളിൽ ഒരുപാട് റോഡുകൾ ഉണ്ടാക്കുകയും ഒരുപാട് കെട്ടിടങ്ങളും അനധികൃതമായി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നു. അതെല്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇക്കോളജിക്കൽ റെസ്റ്റോറേഷൻ പോസിബിൾ ആണോ? അതായത് കാലാവസ്ഥാ വ്യതിയാനം, ഇത് എന്തായാലും മണ്ണിടിയും മലയിടിയും ഫ്ലഡ് ഉണ്ടാകും, ഇത് പോസിബിൾ ആണോ എന്നുള്ള ചോദ്യമാണ്. ഇത് കോസ്റ്റാറിക്ക എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, നമ്മുടെ സെൻട്രൽ അമേരിക്കയിലെ ഒരു രാജ്യമാണ്. വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെ ഇടയ്ക്കുള്ള ചെറിയ കുഞ്ഞു രാജ്യം. ഇത് ഒരു സ്ഥലത്ത് അറ്റ്ലാന്റിക് ഓഷനും അതിന്റെ ഈസ്റ്റേൺ സൈഡ് പസഫിക് ഓഷനാണ്. അതിൽ നിങ്ങൾ നോക്കിയാൽ മതി ഗ്രാഫിൽ 1940 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 75% ഫോറസ്റ്റ് ഉണ്ടായിരുന്ന ആ സ്ഥലം 1987 ആയപ്പോഴേക്ക് 21% ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. പിന്നീട് 2010 ആകുമ്പോഴേക്ക് അത് അവരുടെ എഫോറസ്റ്റേഷൻ പ്രോഗ്രാം കൊണ്ട് അത് എൻഹാൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ അവർ പലതും കാപ്പി തോട്ടങ്ങൾക്കൊക്കെ, കാപ്പി കൃഷിക്കാർക്കെല്ലാം ഇൻസെന്റീവ് എല്ലാം ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ആ കാട് സംരക്ഷിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്ററി ആയിട്ട് ഒരു പങ്കാളിത്തത്തോടു കൂടി ഈ നമ്മുടെ ഈ തോട്ടങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കാട് പോലെ തന്നെ പ്രധാനമാണ് നമ്മളെ നാട്ടും പ്രദേശത്തുള്ള, പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ ഉള്ള കാപ്പിത്തോട്ടങ്ങൾ. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു തോട്ടങ്ങളും കാണിക്കാനില്ല. എല്ലാ തോട്ടങ്ങളിലെയും മരങ്ങൾ വെട്ടിപ്പോയി. അവസാനത്തെ മരങ്ങളിൽ പ്ലൈവുഡ് കമ്പനിക്കാരും കൊണ്ടുപോയി.
യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്ന സമയത്ത് ഇത് മനസ്സിലാക്കാതെ, ഇത് വായിക്കാതെ, ഇത് ചർച്ച ചെയ്യാതെ ഈ രാഷ്ട്രീയക്കാരും പള്ളി അധികാരികളും ആളുകളുടെ ഇടയിൽ വലിയ ഭീതി പരത്തുകയും ആളുകളെ കൊണ്ട് മരം മുറിപ്പിക്കാനും പാറ പൊട്ടിക്കുന്ന താക്കം കൂട്ടാനും ചെയ്തു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അത് നമ്മൾ കാണാതിരുന്നൂടാ. ഇക്കോളജിക്കൽ റെസ്റ്റോറേഷൻ നമ്മുടെ ചില ചുരുങ്ങിയ രീതിയിലായാലും ചെറിയ ചെറിയ ഏരിയയിലായാലും വെസ്റ്റേൺ ഘാട്ടിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ NCF എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ വാൽപ്പാറയിൽ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനങ്ങളാണ്. അവര് കോറിഡോർസ് ഉണ്ടാക്കുന്നു, ഒരുപാട് കാടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവര് ചായത്തോട്ടം റിക്ലെയിം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏരിയ ഒരുപാട് വംശനാശം വരുന്ന ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെടികളെ റെസ്റ്റോർ ചെയ്യുന്നു. അതേപോലെ നമ്മുടെ കൊടൈക്കനാലുള്ള വട്ടക്കനാൽ ട്രസ്റ്റ് ഇവർ രണ്ടാളും ഇല്ല. ഒരുപാട് റെയർ പ്ലാന്റ്സിനൊക്കെ അവർ സംരക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡിനെ പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഇതിന്റെ താഴെ എത്തിയിട്ടുള്ള നമ്മുടെ ലോലാൻഡ്സ് എല്ലാം. ഒരുപാട് തെളിഞ്ഞ നീരുറവകളും നല്ല അരുവികളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഇത് അതിന്റെ പഴയ പിക്ചറുകളാണ്. മണൽത്തിട്ടകളും വെറ്റ്ലാൻഡ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വെറ്റ്ലാൻഡ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ ഇതൊരു സെസിന്റെ സ്റ്റഡിയാണ്. നമ്മുടെ വേമ്പനാട് ലേക്ക് ഏകദേശം 5ഓളം നദികൾ വരുന്ന ഒരു സ്ഥലമാണ് വേമ്പനാട്. ഒരു മനുഷ്യൻ സെറ്റിൽമെന്റ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ്, കൃഷിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ഒരു 10,000 വർഷം മുമ്പ് വേമ്പനാട് ലേക്കിന്റെ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത്, വേമ്പനാട് ലേക്കില്ല, അറബിക്കടല് നമ്മുടെ കോട്ടയം ജില്ല വരെ ഉണ്ടായിരുന്നു. ഇവര് ഇതൊരു അതിന്റെ വെറ്റ്ലാൻഡ്സിൽ ഒരു ഡ്രില്ലിംഗ് നടത്തി, അതിന്റെ സ്ട്രാറ്റോഗ്രാഫിക് സ്റ്റഡി നടത്തി, അതുപോലെ തന്നെ അതിനകത്തുള്ള പല സീസണിലെയും പോളൻ ഗ്രീൻസിനെ പറ്റി പഠിച്ച് ആണ് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയാണത്. അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്, ചില സമയത്ത് ഒരുപാട് വലിയ മഴ കേരളത്തിൽ വന്നിട്ടുണ്ട്, ചില സമയത്ത് പെയ്തിട്ടില്ല. ഏത് സീസണിലാണ് പഠിക്കാൻ വേണ്ടി അതിനകത്തുള്ള പോളൻ ഗ്രെയിൻസിനെ ഉപയോഗിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മനസ്സിലാക്കിയത്, ഒരു 10,000 വർഷം മുമ്പ് കേരളത്തിന്റെ, ഒരു 12,000 വർഷം മുമ്പ് കേരളത്തിന്റെ ആ കോസ്റ്റൽ ഏരിയ, നമ്മുടെ ഈ വലിയ നദികൾ നേരെ അറബിക്കടലിലേക്കാണ് പതിച്ചിരുന്നത്. നമ്മുടെ വേമ്പനാട് ലേക്ക് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് മഴ കൂടിയപ്പോൾ സിൽറ്റേഷനിലൂടെയാണ് നമ്മുടെ ഈ വേമ്പനാട് ലേക്ക് ഉണ്ടായത്, ആലപ്പുഴ ജില്ല ഉണ്ടായത്. ഇന്ന് കാണുന്ന വേമ്പനാട് ലേക്കും കുട്ടനാടും എല്ലാം ഉണ്ടായിട്ട് ഒരു 3000 വർഷമായിട്ടുള്ളൂ ഈ പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് എത്തിയിട്ടുള്ളത്. മനസ്സിലാക്കുന്നത്, ഇന്നിപ്പോ അങ്ങനെ ഒരു ഫ്ലഡ് സിസ്റ്റം ഇല്ലാത്തത് സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിന് ശേഷം സ്ഥാപിച്ച വലിയ അണക്കെട്ടുകളാണ്. ഈ 5 നദികളിലും അച്ചൻകോവിലില്ല, ഈ അണക്കെട്ടിൽ സ്ഥാപിച്ച, ഈ ഡാം, ഈ പുഴകളിൽ സ്ഥാപിച്ച വലിയ അണക്കെട്ടുകൾ, പ്രത്യേകിച്ച് ഇടുക്കി അണക്കെട്ടുകളും അതിന്റെ അനുബന്ധ അണക്കെട്ടുകളും പമ്പയിലുള്ള അണക്കെട്ടുകൾ. അപ്പൊ വലിയ മഴ വെള്ളം എല്ലാം തന്നെ അത് സ്റ്റോർ ചെയ്തിരുന്നു. വല്ലപ്പോഴും അത് തുറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു 70 വർഷം കൊണ്ട്, അത് മനുഷ്യന്റെ ഒരു ആയുസ് കാലം മുമ്പ് ആ ഡാം തുറന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഫ്ലഡ് പ്ലെയിൻസ് എല്ലാം മാഞ്ഞുപോയി. അവിടെ വലിയ മരങ്ങൾ വളർന്നു, കൃഷിസ്ഥലങ്ങൾ വളർന്നു, വലിയ ടൗണുകൾ ഉണ്ടായി. ഒരു ഫ്ലഡ് പ്ലെയിൻ ആണെന്നുള്ള ഒരു ബോധം ഒരു ജനറേഷൻ കൊണ്ട് ആളുകളുടെ തലയിൽ പോയി. ആ സമയത്താണ് നമ്മുടെ ഈ ഫ്ലഡ് രണ്ടാമത് വരുന്നത്. ഈ ഡാമുകൾ നിറഞ്ഞ് കവിഞ്ഞ് വരികയുണ്ടായത്. അപ്പം പുഴ അതിന്റെ ഫ്ലഡ് പ്ലെയിനിൽ കൂടെ ഒഴുകി എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിന്റെ പ്രധാന പഴയ കാലത്തുള്ള ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം, റോഡുകൾ വരുന്നതിന് മുമ്പ് പുഴകളാണ്. ചാലിയാർ പുഴയായാലും ഭാരതപ്പുഴയായാലും പമ്പയാറായാലും പെരിയാറായാലും ആണ് നമ്മുടെ പ്രധാന ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് റോഡുകൾ വരുന്നത്. നമ്മുടെ തെക്ക് നോർത്തായിട്ട് നീണ്ടു കിടക്കുന്ന മെയിൻ റോഡ്, അതിനെ കണക്ട് ചെയ്യുന്ന അസംഖ്യം റോഡ് സിസ്റ്റവും. ഇതൊരു ഡെവലപ്മെന്റൽ സൂചികയായിട്ട് നമുക്ക് തോന്നാം. ഇൻട്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഈ റോഡ് സിസ്റ്റം
നമ്മളത് പക്ഷെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ലോ ലാൻഡിലെ ഓരോ ഡാമുകളാണ്. ശരിക്കും മുകളിൽ നിന്നുള്ള ഈ വെള്ളത്തിനെ തടയുന്ന ഡാം സിസ്റ്റംസ് ആണ് ഈ റോഡുകളെല്ലാം. പഴയ കാലത്തുള്ള നമ്മുടെ ഈ പറയുന്ന ഫ്ലഡിന് മുമ്പുള്ള വെള്ളങ്ങൾ ഒഴുകിപ്പോവാൻ തടസ്സപ്പെടാത്ത രീതിയിലാണ് ആ റോഡുകൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ 2018 അതിന് ശേഷം വരുന്ന ഫ്ലഡുകൾ, ഇനിയും വരുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകും എല്ലിനോ എഫക്റ്റ് മൂലമൊക്കെ ഇനി ഒരു 4 കൊല്ലം കൂടുമ്പോഴെങ്കിലും ഇങ്ങനത്തെ ഫ്ലഡ് സിസ്റ്റം ഇതിനേക്കാളും വലുതായിട്ട് വരാം. ആ ഫ്ലഡുകളെ അതിജീവിക്കാൻ ഈ റോഡുകൾക്ക് കഴിയില്ല. ഈ ഫ്ലഡ് ഒരു തുടർ പ്രതിഭാസമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റോഡുകൾ നമുക്ക് ഭാവിയിൽ വലിയ ഈ ലോ ലാൻഡ്സിലുണ്ടായ ഈ റോഡ് സിസ്റ്റം നമുക്ക് ഒരു അനുഗ്രഹത്തിനേക്കാളും കൂടുതൽ ദോഷമായി തന്നെയാണ് ബാധിക്കുക. നമ്മുടെ പാലങ്ങൾ, പഴയ കാലത്തുണ്ടാക്കിയ പാലങ്ങളെല്ലാം വെള്ളം പോകാനും നമ്മുടെ ബോട്ടും അങ്ങനെയൊക്കെ പോകാനുള്ള സിസ്റ്റം ആണെങ്കിൽ ഈ പുതിയ എഞ്ചിനീയർമാരുണ്ടാക്കിയ പാലങ്ങൾ എല്ലാ സാധനങ്ങളും ബ്ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, തടഞ്ഞു പോകാൻ. അപ്പൊ എല്ലാ ഡെബ്രിസും വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഈ പാലത്തിന്റെ മുകളിൽ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. നമ്മുടെ ലോ ലാൻഡ്സ് എല്ലാം വെറ്റ് ലാൻഡ്സ് എല്ലാം നമ്മൾ നികത്തുന്നതാണ്. വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഏരിയകളെല്ലാം നമ്മൾ മണ്ണിട്ട് നികത്തി കഴിഞ്ഞു. അതിനി നമുക്ക് ഇപ്പം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് പറ്റാത്ത മാതിരി നികത്തി കഴിഞ്ഞു. വളരെ കുറച്ച് ഭാഗങ്ങളെ ബാധിച്ചു. ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പിന്നെ പുഴയിൽ നിന്ന് നമ്മൾ തോണികളിൽ മണൽ കോരി, പിന്നെ ലോറി വന്ന് മണലെടുത്ത് കൊണ്ടുപോയി, JCB വന്ന് മണലെടുത്ത് കൊണ്ടുപോയി, പിന്നെ മണല് പുഴയിലെ തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മള് മണൽ തിട്ടകളും സൈഡും ഇടിച്ച് കൊണ്ടുപോയി. പിന്നീട് ആ പുഴയെല്ലാം കാട് മൂടി. ഇന്ന് ആ പുഴയുടെ തീരം സംരക്ഷിക്കാനായിട്ട് അവശേഷിക്കുന്ന വെസ്റ്റേൺ ഘാട്ടിലെ മലകൾ കൊണ്ടുവന്ന് നമ്മൾ കെട്ടുകയാണ്. ഇതാണ് നമ്മുടെ ലോ ലാൻഡിലെ മിഡ് ലാൻഡിലെ പുഴകളുടെ അവസ്ഥ. ഇന്ന് വെള്ളം നീരൊഴുക്ക് കുറഞ്ഞ് നമ്മുടെ എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റു വേസ്റ്റുകളും കെട്ടിക്കിടക്കുന്ന രീതിയിലാണ് കേരളത്തിലെ തോടുകളും വെറ്റ്ലാൻഡും മാറിക്കഴിഞ്ഞത്. ഇത് നമ്മുടെ പെരിയാറാണ്. 2018 ഫ്ലഡിങ് ആണ്. കുട്ടനാടാണ്. യഥാർത്ഥത്തിൽ കടലിനേക്കാളും താഴെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഫ്ലഡിങ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അവിടെ ഒരു കൃഷി സാധ്യമല്ല എന്നുള്ളതാണ്. കുട്ടനാട് പെർമനന്റ്ലി അബാൻഡൻ ചെയ്യേണ്ട ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. കാരണം ഗ്ലോബൽ വാർമിങ്ങിന് 2 പ്രതിഭാസങ്ങളാണ്. ഒന്ന്, മഴ കൂടുന്നു, ഒരുപാട് ഫ്ലഡ് വരുന്നു. അതേപോലെ തന്നെ കടൽ നിരപ്പ് ഉയരുകയാണ്. അപ്പം പുഴയുടെ ഡ്രെയിനേജ് ഡിസ്ചാർജ് കടലിലേക്ക് വേണ്ടത്ര നടക്കില്ല, കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇൻ ഫ്യൂച്ചറിൽ ഒരു 5 to 10 yearsനുള്ളിൽ തന്നെ കുട്ടനാട് നമുക്ക് മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വെറ്റ്ലാൻഡായിട്ട് തന്നെ അത് മാറും. വെറ്റ്ലാൻഡായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും അവിടെ വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യുന്നു എന്നുള്ള ഒരു രീതി മാറ്റി കൃഷിയോടുള്ള ഒരു റൊമാൻറ്റിക് സങ്കല്പത്തിൽ നിന്ന് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തുകൊണ്ടാണ് കേരളത്തിനെ ഇങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കി മലഞ്ചെരിവുകളെല്ലാം നമ്മുടെ ലാൻഡ് സ്ലൈഡ് പ്രോണാണ്. റെഡ് കളറിൽ കാണിച്ച മാപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ മഞ്ഞ കളർ കാണുന്നതെല്ലാം തന്നെ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്. ഞാൻ സ്കിപ്പ് ചെയ്യാൻ സൈഡുകളെല്ലാം. ഇപ്പൊ ഒരു ഡിബേറ്റിങ്ങിനുള്ള വിഷയമാണ് എങ്കിലും ഞാനത് പറയുകയാണ്. റേസ്ഡ് റോഡുകൾ ഈ ഫ്ലഡിന് ചില സ്ഥലങ്ങളിലെങ്കിലും ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ആണ്. യഥാർത്ഥത്തിൽ ഫ്ലഡ് സിസ്റ്റം തടയാൻ പറ്റാത്ത അതിജീവിക്കുന്ന ഒരു സാധനമാണ് ഈ റോഡ്. പക്ഷെ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ ഒരുപാട് റിസോഴ്സസ് നമുക്ക് വെസ്റ്റേൺ ഘാട്ടിൽ തന്നെ വരേണ്ടി വരും. അപ്പം ഈ വക എല്ലാ രീതിയിലുള്ള കൺസ്ട്രക്ഷനും നമ്മൾ 2 രീതിയിൽ തന്നെ ആലോചിക്കണം. മറ്റൊന്ന് നമ്മുടെ കോസ്റ്റൽ ഏരിയകളാണ്. സാൻഡ് മൈനിങ്,
ഒരു സ്ഥലത്ത് നടക്കുന്നു. അനധികൃതമായ കൺസ്ട്രക്ഷൻ, കോസ്റ്റൽ റെഗുലേറ്ററി സോൺ മാറ്റിവെച്ചിട്ടുള്ള നമ്മുടെ കൺസ്ട്രക്ഷനുകൾ, പിന്നെ നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ പലയിടത്തും പോയി കഴിഞ്ഞു. അവിടെ നമ്മൾ കടൽ തിണ്ടുകൾ ഉണ്ടാക്കുന്നത്, വലിയ കരിങ്കല്ലുകളും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ തിണ്ടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് പാറകൾ നമ്മൾ കസ്റ്റം കെട്ടുന്ന പൊട്ടിച്ചു കൊണ്ടുവരികയാണ്. അതായത് ഇതെല്ലാം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമല്ലാതെ ഇതെല്ലാം തിരിച്ച് കടലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു സ്ഥലത്തും ശാശ്വതമായി ഇതൊരു പരിഹാരമായിട്ട് മാറിയിട്ടില്ല. കോസ്റ്റൽ മാനേജ്മെന്റ് ഇതൊരു പരിഹാരമല്ല. കാരണം നമ്മുടെ ചെറിയൊരു ഏരിയ കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള സീ ബേസിനിലേക്ക് കടക്കുകയാണ്. അപ്പം മണൽ ഇങ്ങനെ ഇളകി ആ കല്ലുകൾ ഇടിഞ്ഞിടിഞ്ഞങ്ങ് പോകുന്ന ഒരു പ്രതിഭാസമാണ് സംഭവിക്കുന്നത്. ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല എന്നുള്ളത് ആളുകളെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് ഒരു പരിഹാരമായിട്ട് ആളുകളും പബ്ലിക്കും ഒക്കെ ആവശ്യപ്പെടുന്നത്. എന്നാൽ കടൽ ക്ഷോഭവും പ്രശ്നങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഗവൺമെന്റിന് ഇത് ഒരു കടൽ ഭിത്തി കെട്ടി തടയാവുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് നമ്മുടെ ഈ പറയുന്ന ഓഗി ലാസ്റ്റ് സൈക്ലോൺ വന്ന സമയത്തുണ്ടായ കടൽ ഭിത്തി തകർന്നു പോയതാണ്. അവശേഷിക്കുന്ന നമ്മുടെ ഹിസ്റ്ററീസിലുള്ള കണ്ടൽക്കാടുകളും കോസ്റ്റലായിട്ടുള്ള വെജിറ്റേഷനും സംരക്ഷിക്കുകയാണ് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റിയ മാർഗങ്ങൾ. അത് കഴിയുന്നത്ര നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു വഴി. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ആഗോളതാപനം മൂലമുണ്ടാവുന്ന കടലിന്റെ ടെമ്പറേച്ചർ വർധനവ് മൂലമുണ്ടാവുന്ന സീ ലെവൽ വർധനവ് അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് കടലിന്റെ ഡെൻസിറ്റി, വെള്ളം കൂടുന്നതുകൊണ്ടുള്ള വോളിയം കൂടുന്നത്, മറ്റേ ഐസ് അന്റാർട്ടിക്കയിൽ നിന്നും ഗ്രീൻലാൻഡിലുള്ള ഐസ് മെൽറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടുള്ള കടലിന്റെ വോളിയം വർധനവ്. എന്ത് തന്നെ ആയാലും 1.5 ഡിഗ്രി ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ 2 മീറ്റർ വെള്ളം കയറുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വിദൂരമായ കാര്യമല്ല, ഒരു 10 കൊല്ലം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രതിഭാസം സംഭവിക്കുകയാണെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന എറണാകുളം ജില്ലയുടെ നല്ലൊരു ഭാഗങ്ങൾ, അതേപോലെ ആലപ്പുഴ, വേമ്പനാട് ലേക്കിന്റെ പടിഞ്ഞാറുള്ള വശങ്ങളെല്ലാം തന്നെയും കടലിൽ സബ്മർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പുതിയ വികസനങ്ങളും ഡെവലപ്മെന്റ്സ് എല്ലാം കൊണ്ടുവരുന്നതും കൂടി നമ്മൾ മെട്രോ റെയിലൊക്കെ അവിടെയാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ചെല്ലാനം പ്രദേശത്ത് കടൽ കയറുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് യഥാർത്ഥത്തില് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് കടല് വെള്ളം കയറുകയാണ്. കടലിലെ സീ ലെവൽ റൈസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു 5-10 കൊല്ലങ്ങൾ കൊണ്ട് അത് കുറച്ചും കൂടി രൂക്ഷമാവുകയാണ് പ്രശ്നം ചെയ്യുക. നേരത്തെ നമ്മൾ റെഡ് കളറുള്ള മാപ്പ് കാണിച്ചു, മഞ്ഞ കാണിച്ചു. ഇത് നമ്മുടെ കോസ്റ്റൽ ഏരിയാസ് ഉള്ള പ്രശ്നം. അങ്ങനെ നമ്മുടെ ടോട്ടലി നോക്കുകയാണെങ്കിൽ കടൽ തീരത്ത് ഫ്ലഡിങ് ഏരിയ, ലാൻഡ്സ്ലൈഡ് ഏരിയ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ, കമ്പൈൻ മാപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ 75% സ്ഥലം കേരളത്തിലെ എന്തെങ്കിലും ഒരു കറ്റാസ്ട്രോഫിക്ക് വിധേയമാണ്. ഒന്നുകിൽ ലാൻഡ്സ്ലൈഡിന്, അല്ലെങ്കിൽ ഫ്ലഡിന്. കോസ്റ്റൽ ഏരിയ ആണെങ്കിൽ ഇടിഞ്ഞു പോകുന്നത്. ഇത്രയും കാലം ഈ ഫ്ലഡിങ്, ഈ വലിയ മഴയ്ക്ക് മുമ്പ്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് മുമ്പ് നമുക്കതൊരു പ്രശ്നമായിരുന്നില്ലെങ്കിൽ ഈ 2018 മുതൽ നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പേ 2010 തന്നെ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ഓഗി അതിന്റെ ഒരു മുന്നറിയിപ്പാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സൈക്ലോൺ സിസ്റ്റം ആണെങ്കിൽ ബംഗാളിൽ നിന്ന് വരുന്നതിന് പകരം നമുക്ക് വെസ്റ്റ് കോസ്റ്റിലൂടെയുള്ള സൈക്ലോൺ സിസ്റ്റം കൂടുതൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറ് നിന്നുള്ള സൈക്ലോണുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് വലിയ രീതിയിലുള്ള ലാൻഡ്സ്ലൈഡുകളും ഫ്ലഡും കടലാക്രമണങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം വെസ്റ്റേൺ ഘാട്ട് നമ്മുടെ സംരക്ഷിക്കുന്ന പോലെ തന്നെ മഴയുടെ അളവ് കൂട്ടി നമ്മൾക്ക് വലിയ ശിക്ഷയും നൽകാൻ തയ്യാറായ ഒരു അമ്മയാണ്. നമ്മുടെ 75% സ്ഥലങ്ങളും ഹാബിറ്റബിൾ സോണിൽ നിന്ന് അൺഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയയായി മാറിക്കഴിഞ്ഞു, ഹസാർഡസ് സോണായി മാറിക്കഴിഞ്ഞു. ഇതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കേരളത്തിൽ ഇത്രയും ഇമ്പാക്ട് വരുന്നതിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ലോകത്തിലെ 2ാമത്തെ പോപ്പുലേഷൻ, ചൈനയോടുകൂടെ നമ്മൾ പോപ്പുലേഷനിൽ മത്സരിക്കുകയാണ്. അതില് കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്ക്
ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 859 ആൾക്കാരുണ്ട്. നാഷണൽ വൈഡ് ആണെങ്കിൽ നമുക്ക് 382 ആൾക്കാരേ ഉള്ളൂ. അതായത് ഏറ്റവും ഒരു ജപ്പാൻ പോലെ ഡെൻസിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. പോപ്പുലേഷൻ വൈസ് തന്നെ നമുക്ക് അതിനെ മാപ്പ് ചെയ്യാൻ പറ്റും. ഇത് കേരളത്തിലെ പോപ്പുലേഷൻ വെച്ചിട്ടുള്ള ഒരു മാപ്പാണ്. അതേ കേരളത്തിനടുത്ത് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് വയനാടാണ്, ഇത് മൈസൂരാണ്, ഇത് ബാംഗ്ലൂരാണ്. ഇത് കർണാടകയുടെ വലിയൊരു ഏരിയ, തമിഴ്നാടിന്റെ വലിയൊരു ഏരിയ. അപ്പൊ അവരുടെ വലിയ വലിയ ടൗണുകളാണ്. കേരളം നോക്കുകയാണെങ്കിൽ ഓൾ ഏരിയ ഹൈലി പോപ്പുലേറ്റഡ് ആണ്. ഇതുകൊണ്ടുണ്ടാവുന്ന ഫ്ലഡ് കൊണ്ടും ലാൻഡ് സ്ലൈഡ് കൊണ്ടും കടലാക്രമണങ്ങൾ കൊണ്ടുള്ള ഡാമേജ് ഇന്ത്യയിലെ ഏത് പ്രദേശത്തിനേക്കാളും കൂടുതലായിട്ടുള്ളത് ഈ വെസ്റ്റേൺ കോസ്റ്റ് ഏരിയയിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലകളുള്ള ഹൈ മലകളുള്ള കേരളത്തിലാണ്. അതുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ ഇനിയും രൂക്ഷമാവുകയാണ് കേരളത്തിൽ ചെയ്യുക. കേരളത്തിന്റെ വികസനത്തിൽ നമ്മൾ ഈ ഫ്ലഡിനെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളെ ഗവൺമെന്റുകളെല്ലാം വളരെ ഈ പറയുന്ന ഫ്ലഡ് മാനേജ്മെന്റ് അല്ല യഥാർത്ഥത്തിൽ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. നമ്മുടെ ആളുകളും ജനങ്ങളും ഒരുമിച്ച് നിന്ന് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ ലോങ് ടേം ആയിട്ട് ഈ ഫ്ലഡ് മാനേജ്മെന്റിനെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഇതിനെ ടെമ്പററി ആയിട്ട് അത് നിൽക്കുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിലെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മനുഷ്യൻ ഈ വെസ്റ്റേൺ ഗാർഡ് ചെയ്തിട്ടുള്ള എല്ലാ അതിക്രമങ്ങൾക്കും നിയമങ്ങളുണ്ട്. നിയമങ്ങളുടെ കുറവല്ല, അത് നടപ്പിലാക്കുന്നതിലുള്ള വീഴ്ചകളാണ്. ഓരോ നിയമങ്ങളും നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിയമമാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഉണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഗാഡ്ഗിൽ സാർ അതിനെപ്പറ്റി പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ നിയമങ്ങളാണ്, അവരുടെ ഗെയിം റിസർവിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, കോസ്റ്റൽ റെഗുലേറ്ററി സോൺ, എക്കോ സെൻസിറ്റീവ് സോൺ, വെറ്റ്ലാൻഡ് മാനേജ്മെന്റ് റൂൾസ്, വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. അങ്ങനെ നമ്മുടെ ആനമുടി മുതൽ കടൽ തീരം വരെയുള്ള വെറ്റ്ലാൻഡുകളും കാടുകളും സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മളെ ഈ നിയമങ്ങളുടെ മുമ്പിലൂടെയാണ് ഈ ഇതെല്ലാം ഹനിക്കപ്പെട്ട് ഒരു ബ്രൈബ് ചെയ്തും ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയും ഒക്കെ പോയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വന്നിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആളുകളെ റീസ്കിൽ ചെയ്യാനും ഇത് പഠിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് യഥാർത്ഥത്തിൽ ഗവൺമെന്റുകളെക്കാളും കൂടുതൽ മറ്റ് ഓർഗനൈസേഷനുകൾക്കാണ് കഴിയുക. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ എല്ലാ ആളുകളെയും റീസ്കിൽ ചെയ്യാനും ഏജിട്ടുള്ള ആളുകളെയൊക്കെ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അവർക്ക്. നമ്മൾക്ക് അത് ആലോചിക്കേണ്ടതുണ്ട്. പ്ലാച്ചിമട ഈ കൊക്കക്കോള ഫാക്ടറിക്കെതിരെ സമരം നടത്തി അത് പൂട്ടിയ ആൾക്കാരാണ് നമ്മൾ. സൈലന്റ് വാലി പ്രക്ഷോഭത്തിലൂടെ ആദ്യമായി ലോകത്ത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഇല്ലാതാക്കിയ, വേണ്ട എന്ന് വെച്ച സമരം ചെയ്ത ഒരു ആൾക്കാരാണ് നമ്മൾ. സൈലന്റ് വാലി പറ്റി പറയുമ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് ഒരു പുതിയ 2 തവളകളെ കണ്ടുപിടിച്ചു. ഒരു തവളയ്ക്ക് ഞങ്ങൾ സൈലന്റ് വാലി എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. മറ്റൊരു തവളയ്ക്ക് അവിടുത്തെ പഴയൊരു വാച്ചർ ലച്ചിയുടെ പേരിൽ ലച്ചിയ എന്നൊരു പേരിട്ടുണ്ട്. ഒരു ഡാം കൺസർവേഷന്റെ ഒരു ബാക്കി പത്രമായിട്ട് 2 തവളകൾ അവിടെ അവശേഷിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. തവളകളല്ല, അസംഖ്യം സ്പീഷീസുകൾ. നമ്മൾ മനസ്സിലാക്കിയ തവള നിരീക്ഷകരായിട്ട് ഞങ്ങൾ തവളകളെ കണ്ടുവന്നേ ഉള്ളൂ. ഒരുപാട് നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് ജീവികൾ, ബയോഡൈവേഴ്സിറ്റികൾ ആ സ്ട്രിപ്പ് ഓഫ് ലാൻഡിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാട് എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ അരിപ്പ, കുളത്തൂർപ്പുഴ ഭാഗത്തൊക്കെ ഉള്ള മിരിസ്റ്റിക്ക സാമ്പുകൾ. അവിടെ എൻഡമിക് ആയിട്ടുള്ള, അവിടെ മാത്രം കാണുന്ന ഒരു തവളകളെ ഞങ്ങൾ കണ്ടെത്തി അതിന്റെ ലൈഫ് സൈക്കിളൊക്കെ പഠിക്കുകയുണ്ടായി. അപ്പൊ അതിന് മാത്രം എൻഡമിക് ആയിട്ടുള്ള ഒരു അസിഡിക് സോയിലാണ് അതിൽ ബ്രീഡ് ചെയ്യുന്ന ഒരു തവള, ഒരു മരത്തവളയാണ്.
അതിന്റെ ഒരു റീഡിംഗ് വർക്ക് ഞങ്ങൾ അവിടെ ചെയ്യണ്ടായി. ഇങ്ങനെയൊക്കെ ഉള്ള കേരളം ഒരുപാട് ഹരിതാഭ സുന്ദരമായ വയലുകളുള്ള, കാടുകളുള്ള, മലകളുള്ള, വെള്ളച്ചാട്ടങ്ങളുള്ള, ടൂറിസം ഉള്ള, കടൽ തീരങ്ങളുള്ള കേരളം നമ്മള് നാളെ തലമുറകൾക്ക് വേണ്ടി കൊടുക്കുന്നത് ഇതേപോലെ വേസ്റ്റും മണലെടുത്തതും മണ്ണിടിഞ്ഞതും കോറികൾ നിറഞ്ഞ ഒരു സിസ്റ്റമായി മാറ്റിക്കഴിഞ്ഞു. നാളത്തെ ഒരു പിക്ചറല്ല, ഇന്നിപ്പോ നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ മാറിക്കഴിഞ്ഞു. ഇത് സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മളെല്ലാം ഓരോരുത്തരുടേതുമാണ്. അവശേഷിക്കുന്ന ഏരിയകൾ നമ്മൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലാൻഡ് സ്ലൈഡുകൾ ഈ മലയുടെ ചെരുവുകളിലെല്ലാം ഒരുപാടുണ്ട്. നീലഗിരിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരു റെയിലിനൊക്കെ ഒരുപാട് തകരാറ് പറ്റുന്ന രീതിയിലുള്ള ലാൻഡ് സ്ലൈഡുകളുണ്ട്. ഏറ്റവും കൂടുതൽ മൗണ്ടന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലും ലാൻഡ് സ്ലൈഡുണ്ട്. എന്നിരുന്നാലും ഈ പുഴ ഇടിഞ്ഞ പോകത്തെ മാത്രമേ മൊത്തം കാട് ഇടിഞ്ഞു പോയിട്ടില്ല. അതേസമയം മനുഷ്യൻ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, കൈകാര്യം ചെയ്ത സ്ഥലങ്ങളിൽ മൊത്തമായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇൻടാക്ട് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഒരിക്കലും അത്രയും ഡാമേജ് ആവില്ല. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് പല സിവിലൈസേഷനുകളും, എല്ലാ സിവിലൈസേഷനുകളും നശിച്ചു പോയത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമാണ്. 2500 വർഷം മുമ്പുള്ള ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ടുണ്ടായ ഒരു ഐസേജ്, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രൈനെസ്സിലാണ് സിവിലൈസേഷനുകൾ പോയതും ആളുകൾ ഗ്ലോബലി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ നമുക്ക് റീസെന്റ് ആയിട്ട് അറിയുന്ന ചില മനുഷ്യന്റെ റിസോഴ്സസ് ഉപയോഗിച്ചത് കൊണ്ട് മനസ്സിലാക്കിയ ചില സിവിലൈസേഷനുകളുണ്ട്. ഒന്ന് നമ്മുടെ അങ്കോർ വാട്ട്, കംബോഡിയയിലുള്ള ഈ ടെമ്പിൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ, അവിടുത്തെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിലുള്ള വനനശീകരണം നടത്തുകയും പിന്നീട് മഴയും കാലാവസ്ഥാ വ്യതിയാനവും സംഭവിച്ച് കൃഷിക്ക് പറ്റാതാവുകയും അത് വീണ്ടും കാടായി പോവുകയും ചെയ്തു. പിന്നീട് നമ്മളത് കണ്ടുപിടിച്ച് ഇപ്പോൾ യുനെസ്കോയുടെ സൈറ്റാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ മെക്സിക്കോയിലെ മായൻസിന്റെ സിവിലൈസേഷനുകൾ. അത് ഒരു കാലത്ത് കൃഷിക്ക് വേണ്ടിയിട്ടും വേണ്ടിയിട്ട് ആ കാട് ഒരുപാട് അവരെ നശിപ്പിച്ചു. വരൾച്ച വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ടെമ്പിളുകൾ ഉണ്ടാക്കി, ഒരുപാട് കൂടുതൽ നാശങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരിക്കലും അത് കൃഷിക്ക് പറ്റാതെ ആ സ്ഥലങ്ങൾ അബാൻഡൻ ചെയ്യുകയോ പിന്നീട് സ്പാനിഷുകാർ വന്നവരെ നശിപ്പിക്കുകയൊക്കെ ചെയ്ത് എന്തായാലും അത് കാട് മൂടിപ്പോയി. ഇന്നിപ്പം ഒരുപാട് നമ്മൾ അറിയുന്ന പോലത്തെ ആയിരക്കണക്കിന് പിരമിഡുകൾ മായൻ ഫോറസ്റ്റിന്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതെല്ലാം ഒരു മനുഷ്യൻ റിസോഴ്സസ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രകൃതി ഒരു തിരിച്ചടി ഉറപ്പ് തന്നെയാണ്. നമ്മൾ ഏറ്റവും മനസ്സിലാക്കുന്ന ഇപ്പൊ നമ്മൾ ഈ കൊറോണയും മറ്റു ക്ലൈമറ്റ് ചേഞ്ചും ഇപ്പോഴത്തെ ഈ ഡിസീസുകളുമായിട്ട്, പ്രത്യേകിച്ച് സ്പിലോവർ ഡിസീസുകളായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അതിൽ തവളകളിൽ പ്രധാനപ്പെട്ട ഒരു ഡിസീസാണ് ആംഫീബിയൻ കൈറ്റിഡ് എന്ന് പറഞ്ഞ ഫംഗൽ ഡിസീസ്. 1970 മുതലൊക്കെ 80 മുതലൊക്കെ അത് ഒരുപാട് പ്രത്യക്ഷപ്പെട്ടു. പല സ്ഥലത്തും തവളകൾ കൂട്ടമായിട്ട് വംശനാശം വരാൻ തുടങ്ങി. ഏകദേശം 30ഓളം സ്പീഷീസുകൾ എക്സ്റ്റിങ്ഷനിലാണ്. എല്ലാ കോണ്ടിനെന്റ്സിലും അത് എത്തപ്പെട്ടു. അപ്പൊ ഒരു കോണ്ടിനൻസ് മനുഷ്യൻ കൊണ്ടുപോയ ഫംഗസ് എന്നാണ് ആദ്യം കരുതിയിരുന്നെങ്കിലും ഇന്നത് മനസ്സിലായി അതൊരു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫംഗസ് വരുന്നത്. എല്ലാ പോപ്പുലേഷനിലും ഈ ഫംഗസുകളുണ്ട്. അതിന് പറ്റിയ ഒരു ആംബിയൻ കണ്ടീഷൻ വന്നപ്പം അത് അഡ്വാൻറ്റേജ് എടുക്കുകയാണ് ഈ ഫംഗസ് ചെയ്തത്. ഇപ്പൊ കൊറോണ ആണെങ്കിലും നമ്മൾ ചൈനയിൽ നിന്ന് വന്നു നോക്കണ്ട, നമ്മുടെ ബാറ്റ്സിലൊക്കെ തന്നെ കൊറോണ വൈറസ് ഉണ്ട്. അപ്പം അതിന് പറ്റിയ ഒരു അന്തരീക്ഷം വരുന്നു. നിപ്പ ആണ് നോക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ KFD യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള KFD വൈറസ് അല്ല, നമ്മുടെ ഫോറസ്റ്റിലുള്ള KFD വൈറസ് വേറെ ഒരു ഇത് തന്നെയാണ്. നിപ്പയാണെങ്കിൽ മലേഷ്യ എന്നുള്ള ഒരു സ്ട്രെയിൻ അല്ല, ഇത് വേറെയാണ്. നമ്മുടെ ഒറിജിനൽ ഹോസ്റ്റിലുള്ള സാധനങ്ങൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഇത് പുറത്തു വരികയാണ്. ക്ലൈമറ്റ് ചേഞ്ച് രണ്ട് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കും, മറ്റ് പുതിയ എമർജിങ് ഡിസീസുകൾ ഉണ്ടാവുന്നതിനും ഒക്കെ വലിയൊരു കാരണമാകുന്നുണ്ട്. അത് ഒരു ഹ്യൂമൻ മാസ് മോർട്ടാലിറ്റിക്ക് വിധേയമാകാനും സാധ്യത, പ്രത്യേകിച്ച് ഫ്ലൂ വൈറസുകൾ. അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു തവണയാണ് ഗോൾഡൻ ടോഡ്.
ഞങ്ങളുടെ ഗവേഷണത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത് വളരെ ബ്രീഫായിട്ടുള്ള 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള വലിയൊരു തവളയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തവള എന്ന് പറയുന്ന നമ്മുടെ ഹോപ്ലോബട്രാക്കസ് ടൈഗ്രിനസ്, നമ്മുടെ പൊക്കാച്ചിത്തവള എന്ന് പറയുന്ന തവള. വളരെ കോമൺ ആയിട്ടുള്ള ഒരു തവളയാണ്. പണ്ട് കാലത്ത് ഇതിന്റെ മീറ്റിന് വേണ്ടിയിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്തിരുന്നു, ഇതിന്റെ ഫ്രോഗ് ലെഗ്സിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ലാബിലൊക്കെ ഉള്ള ഡിസെക്ഷൻ പർപ്പസിന് വേണ്ടി ഫ്രോഗിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അത് നമ്മുടെ പ്രൊട്ടക്ഷൻ ആക്ട് വന്ന് ഷെഡ്യൂൾ 3 പെടുത്തിയാണ് ഇതിനെ നമ്മൾ കളക്ഷനും എക്സ്പോർട്ടും ബാൻ ചെയ്തു. എന്നിരുന്നാലും ഈ തവള ഇന്ന് വലിയ ഒരു വംശനാശ ഭീഷണിയിലാണ്. അതിന്റെ പ്രധാന കാര്യം വലിയ വെറ്റ്ലാൻഡ്സ് കൂടെ പോകുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രിക്കേറ്റിംഗ് ആയിട്ടുള്ള റോഡാണ്. ഒരുപാട് തവളകൾ ആ ബ്രീഡിംഗ് സീസണിലേക്ക് അത് വെറ്റ്ലാൻഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അടുത്തുള്ള കുന്നുകളിൽ നിന്നും ഒക്കെ വരും. ഇതെല്ലാം നമ്മുടെ രാത്രിയിലും പകലും ഒന്നുമില്ലാതെ പോകുന്ന കാറുകളുടെ അടിയിൽപ്പെട്ടു പോവുകയാണ് അത് അവരുടെ യോഗം. അവശേഷിക്കുന്ന തവളകൾ എത്തും. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, നേരത്തെ പെയ്ത ജൂണിലൊക്കെ പെയ്യേണ്ട മഴ, മെയ് അവസാനം പെയ്യേണ്ട മഴ ഇന്ന് ചിലപ്പോൾ നേരത്തെ പെയ്യും, മെയ് ആദ്യം പെയ്യും. ഈ മഴയത്ത് അത് ബ്രീഡ് ചെയ്യും. പിന്നീട് മഴ പെയ്യാതിരിക്കും. ആ മുട്ടകളൊക്കെ ഒരു ദിവസമേ അതിന്റെ ആംബ്ലക്സസും ബ്രീഡിംഗ് ഉള്ളൂ, മുട്ടയുള്ളൂ. ആ മുട്ടകളും പാൽമാക്രികളും ഉണങ്ങി നശിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയി ഏറ്റവും സാധാരണ ഉണ്ടായിരുന്ന ഒരു തവള ഈ കേരളത്തിൽ പല സ്ഥലത്തും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇതിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കാം, കാരണം ഇതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള തവളയാണ്. പക്ഷെ നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള സ്പീഷീസുകൾ അത് ഇല്ലാതാവുന്നതിന്റെ ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്. മറ്റത് നമ്മുടെ ഗ്രൂപ്പിൽ കാണുന്ന ഏറ്റവും വലിയ തവളകളാണ് ഈ എണ്ണം കൂടുതലുള്ളതാണ് ഈ മരത്തവളകൾ, ചെറിയ ചെറിയ ഇലത്തവളകൾ എന്ന് പറയുന്ന റാവർക്കസ്റ്റസ് ജീനസിൽ പെടുന്ന തവളകൾ. ഏകദേശം 55ഓളം തവളകളുണ്ട്. ഇവരെല്ലാം ഡയറക്റ്റ് ഡെവലപ്പേഴ്സ് ആണ്. ഈ ജെല്ലിക്കുള്ളിൽ അതിന്റെ കുഞ്ഞ് വളർന്ന് കാലും കൈയൊഞ്ഞ് തവളക്കുഞ്ഞായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള മഴ, അല്ലെങ്കിൽ കുറെ കാലം പെയ്യാതിരിക്കുന്ന മഴ, കണ്ടിന്യൂസ് പെയ്യാതിരിക്കുന്ന മഴ ഈ തവളകളുടെ ബ്രീഡിങ്ങിനെ നല്ലോണം ബാധിക്കുന്നുണ്ട്. അത് ആ നല്ല മഴയിലാണ് അത് മുട്ടയിടുന്നത്. ആ മുട്ടകൾ പലപ്പോഴും ഡെവലപ്പ് ചെയ്യാതെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ഡ്രൈ ആയി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ച് ഈ ഗ്രൂപ്പിലുള്ള വലിയൊരു തവളകൾക്ക് എക്സ്റ്റിങ്ഷന് കാരണമാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, പല അതിജീവനങ്ങളും എവല്യൂഷനിലും നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചില തവളകൾ അതിന്റെ ഹാബിറ്റാറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചെമ്പ്ര വയനാട്ടിലെ ഒരു മല, അതിന്റെ മോൾ വശത്തേക്ക് നോക്കുമ്പോൾ ഒരു 1800 മീറ്റർ വരെ കാണുന്ന ഒരു തവളകളാണ് ഈ ആദ്യം റാവർക്കസ്റ്റസ് ചാരിസ് എന്ന് പറയുന്ന ഒരു തവള. അതിന്റെ മുകളിലോട്ടുള്ള പ്രദേശങ്ങളിൽ കാണുന്നതാണ് നമ്മുടെ റാവർക്കസ്റ്റീനിയസ് എന്ന് പറയുന്ന സ്പീഷീസ്. ഈ സാധനം അത് കുറച്ചുകൂടി ഗ്ലാൻഡുലാർ ചെറിയ ഗ്രാസിന്റെ മുകളിൽ കാണുന്ന തവളയാണ്. അപ്പൊ ഇതൊരു 10 കൊല്ലം മുമ്പ് വരെ നമുക്ക് ഈ ടീനിയൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം ആ ഷോർട്ട് ഗ്രാസ് റീപ്ലേസ് ചെയ്തു. ഈ വലിയ ഗ്രാസ് ആണ് മലയുടെ മുകളിൽ വരെ. ടീനിയൻസ് ആ പോപ്പുലേഷൻ അവിടെ കുറവാണ്, വളരെ കുറവാണ്. ഈ ചാരിയസിന്റെ ഈ സ്പീഷീസ് മലയുടെ മുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നീലഗിരിയിലെ കോമൺ ആയിട്ടുള്ള ഒരു തവളയാണ് ഈ ടീനിയൻസ്. പക്ഷെ നമ്മുടെ ചെമ്പ്ര പോലെ ചെറിയൊരു മൗണ്ടൻ സിസ്റ്റത്തിന്റെ മുകളിൽ ഈ തവള എക്സ്റ്റിൻറ്റ് ആയി. ഇതുപോലെയാണ് നമ്മുടെ കർണാടകത്തിൽ കുതിരമുഖിന്റെ മുകളിലൊക്കെ ഉള്ള റാവർക്കസ്റ്റസ് മൊണ്ടാനസ്, ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഇൻഡിഗോ, ഈ തവളകളൊക്കെ ചെറിയൊരു ഹാബിറ്റാറ്റിലാണ് ഉള്ളത്. കുതിരമുഖ് നാഷണൽ പാർക്കിന്റെ മുകളിലുള്ള ചെറിയൊരു ഹാബിറ്റാറ്റ് കാണുന്ന ഒരു തവളകളാണ്. അപ്പം അതിനൊക്കെ ഇപ്പം എക്സിസ്റ്റിംഗ് ഹാബിറ്റാറ്റിൽ കുറച്ചെങ്കിലും നിലനിൽക്കുന്നതിന് ഗാഡ്ഗിൽ സാറിനോട് ഈ തവളകൾ കടപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ ഒരു വിഷയമാണ് ഹ്യൂമൻ വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റ്. ഇത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് ഒരു പ്രയാസവുമില്ല. ഒരു പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. 2008 മുതൽ 2012 വരെയും ആ കാലഘട്ടം വരെയും വയനാട്ടിലെ പ്രധാന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എലഫന്റ് കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പോഴും എലഫന്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. 2012 മുതൽ, 8 മുതൽ തുടങ്ങി 12 മുതൽ ഒരു മേജർ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറിയത് ടൈഗർ കോൺഫ്ലിക്റ്റ് ആണ്. പണ്ട് അങ്ങനത്തെ ഒരു വിഷയമേ വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല. കടുവകളുടെ എണ്ണം കാട്ടിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. അത് ഒരു നല്ല ഇൻഡിക്കേഷൻ ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ ഒരു ലാർജ് മാമൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് കടുവകളുടെ എണ്ണം കൂടിയത് കൊണ്ട് ഇക്കോസിസ്റ്റം നമ്മൾ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്.
യഥാർത്ഥത്തിൽ ഈ വയനാട്ടിലെ മുളങ്കാടുകളെല്ലാം പൂത്തുണങ്ങി, കാടുകൾ ഒരുപാട് തീ വീണ് ഡിഗ്രേഡ് ചെയ്ത ഫോറസ്റ്റ് ഒരുപാട് പുല്ലുകളും ഇടച്ചെടികൾ ഉണ്ടായപ്പോൾ ഒരുപാട് മാനുകളും കാട്ടുപോത്തുകളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന്റെ പുറകെയാണ് കടുവകളുടെ എണ്ണം വളരുന്നത്. മാത്രമല്ല ഒരുപാട് ലൻഡാന, ഈ നമ്മുടെ അരിപ്പൂച്ചെടികളുടെ വലിയ കാടുകളുണ്ട്. ജീവികളെ ഓടിച്ച് പിടിക്കുന്ന ഒരു പ്രഡേറ്റർ കടുവ ഒളിച്ചിരുന്ന ഒരു ആംബുഷ് പ്രഡേറ്റർ ആയിട്ട് മാറാനുള്ള ഒരു അവസരം അതിനുണ്ടായി. അപ്പൊ അതിന് എണ്ണം കൂടാനുള്ള ഒരു അവസരം ഉണ്ടായി. യഥാർത്ഥത്തിൽ കടുവയുടെ എണ്ണം കൂടിയതോടുകൂടി കാട്ടുപോത്തിന്റെയും മാനിന്റെയും വലിയ ഒരു ഡിക്ലൈൻ നമ്മുടെ കാട്ടിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് മരങ്ങൾ റീജനറേറ്റ് ചെയ്തു, ഒരുപാട് അരുവികൾ ഉണ്ടായി, കാട് ഒരുപാട് വെള്ളം ഉണ്ടായി. ശരിക്കും കടുവയാണ് ഈ കാട്ടിലെ വെള്ളം ഉണ്ടാക്കിയത്. ഇപ്പം ആ പ്രേ ബേസിസ് കുറയുമ്പോൾ കടുവകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ ഈ പുറത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ കടുവകൾ കാട്ടിൽ ഫൈറ്റിംഗ് കൊണ്ട് മരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട്, എൻ്റെ ബ്രദർ ഫോറസ്റ്റ് അറിയാതെ ഞങ്ങൾ ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെ ഫൈറ്റിംഗ് കൊണ്ട് ഒരുപാട് കടുവകൾ കാട്ടിനുള്ളിൽ ചാവുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇങ്ങനെ മ്യൂട്ടിലേറ്റഡ് ആയിട്ടോ പരിക്കായതോ ഏജ്ഡ് ആയിട്ടുള്ള കടുവകൾ മാത്രമാണ് ഈ ഹ്യൂമൻ ഹാബിറ്റേഷനിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം കടുവകളെ പിടിക്കുകയോ സംരക്ഷിക്കുന്നതിനൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെ കൊല്ലുകയാണ് അത് ചെയ്യേണ്ടത്. നമ്മുടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അവരെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് പിടിക്കാനും തിരിച്ചു വിടാനൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കടുവകളെ പുറത്തു വരുന്ന സ്പിൽ ഓവർ ആയിട്ട് കാട്ടിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കടുവകൾ ഈ ലാസ്റ്റ് വയനാട്ടിൽ ഇത്രയും പ്രക്ഷോഭം ഉണ്ടാക്കിയ ഒരു കടുവ, നമ്മുടെ മാനന്തവാടിയുള്ള ആ കടുവ, അതൊരു സ്നേഹർ എന്തോ വന്ന് വലിയ പരിക്കായിട്ടുള്ള ഒരു സാധനം, അത് സർവേ ചെയ്യാൻ പോകുന്ന ഒരു സാധനമല്ല. അനാവശ്യമായി ഒരുപാട് 18ഓളം ആനിമൽസിനെ അത് കൊന്നിട്ടുള്ളൂ. അതിനുള്ള കോമ്പൻസേഷൻ നല്ല എമൗണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. പക്ഷെ പൊളിറ്റിക്കൽ ആളുകൾ അതിനെ സെൻസിറ്റൈസ് ചെയ്ത് വലിയ വിഷയങ്ങളാക്കി അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് വളരെ പഴയ മാതിരിയല്ല, വളരെ രീതിയിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ അതിന് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്ത് പ്രശ്നമില്ലാതാണ്. ഒരു ഹ്യൂമൻ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. ആരും അത് കടുവയെ കണ്ടിട്ടുമില്ല. അപ്പൊ ഇതൊരു പൊളിറ്റിക്കലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു വിഷയങ്ങളാണ്. ഇത് തന്നെയാണ് ഗാഡ്കിൽ റിപ്പോർട്ട് വന്നപ്പോഴും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന് നമ്മളെ അധികാരികളും നമ്മുടെ പള്ളിക്കാരും എൻ്റെ കൂടെ നിന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു സാംസ്കാരിക കേരളത്തിന് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ്. നമ്മൾ പുൽപ്പള്ളിയിലൊക്കെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഇതിനെതിരായിട്ടൊരു പ്രക്ഷോഭം നടത്തിയത്. ഇത് ആണ് എനിക്ക് ഈ നമ്മുടെ ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഇതോടെ അവസാനിപ്പിച്ച് മറ്റു കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷനിൽ പറയാം. താങ്ക് യു. ഈ പ്രസന്റേഷൻ എന്നെ വിളിച്ചതിന് സുനിലിനും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ സുനിലിനെ അവിടെ കോളേജിൽ ഞങ്ങളൊരു ബാച്ചാണ് 84-ല് പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷനാണ് അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത്. പിന്നെ പല പ്രാവശ്യം കാണാൻ പറ്റുകയുണ്ടായി. അതേപോലെ തന്നെയാണ് നമ്മുടെ വിമലും അമലും എല്ലാം ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളോട് കൂടി ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നതിന് എനിക്ക് അവസരം തന്നതിന് നന്ദി പറയുന്നു. അതേപോലെ ഗാഡ്ഗിൽജിയുടെ ഒരു ആ ദിവസം തന്നെ ഒരു പ്രസന്റേഷൻ ഞാൻ ഗാഡ്ഗിൽ സാറിനോട് നന്ദി പറയുന്നു. താങ്ക് യു. Thank you, Anil. So Thank you. may I ask one question? No, I mean, you need to post it in the chat. Please wait. Then we are just moderating the questions because otherwise we cannot finish. Thank you. I just want to thank Dr. Anil. In all honesty, probably one of the best presentations I have seen even in international platforms for its content, richness of the content, the quality of slides and the presentation. It's a shame that this was not presented at COP26 in Glasgow, where corporations were competing with their fake stories. And it's also ironical that, Anil presented all those ghastly images in front of a man who predicted all these disasters years ago. And I think
are all lucky to have witnessed these two wonderful presentations from two wonderful human beings. So thank you both so much.